എനിക്ക് ആ ആചരണത്തെ, കർമ്മത്തെ ശ്രദ്ധാപൂർവം ചെയ്യാൻ പറ്റണം. അതിനാണ് എന്തിനാണ് ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന അറിവ് വേണം നമുക്ക്. അങ്ങനെയാണെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൽ ഈ സനാതന ധർമ്മത്തിൽ, ഹിന്ദു ധർമ്മത്തിൽ നമുക്ക് ആകെ ചെയ്യാനുള്ള കർമ്മങ്ങൾ 4 എണ്ണമാണ്. 4 ചെയ്യുന്നു, അത്രയേ അതിന് ഉദ്ദേശമുള്ളൂ. ആ കർമ്മങ്ങളിൽ ഒന്നാമത്തെ കർമ്മത്തിന്റെ പേര് നിത്യകർമ്മം എന്നാണ്, നിത്യ ആചാരം എന്നാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, എന്നും ചെയ്യേണ്ടത്, എന്നും ചെയ്യേണ്ട ആചരണത്തിന്റെ പേരാണ് നിത്യ ആചാരം. ഇത് കേട്ടാൽ ചിലർക്കൊക്കെ സംശയം വരും. അവരുടനെ ചോദിക്കും, എന്നും ചെയ്യണോ? എന്നും ചെയ്യണം. അല്ല, ഞായറാഴ്ച ചെയ്യണം, ഞായറാഴ്ച ചെയ്യണം. എന്നും ചെയ്യണമെന്ന് പറഞ്ഞാലും ഞായറാഴ്ചക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്നാണ് വിചാരം. സൺഡേ ഹോളിഡേ അല്ലേ, അപ്പൊ തോന്നിയതുപോലെ എഴുന്നേറ്റാൽ പോരെ? തോന്നിയതെല്ലാം കഴിച്ചൂടെ? തോന്നിയിടത്തൊക്കെ പൊക്കൂടെ? അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ളൊരു ദിവസമല്ലേ? അല്ലേ, അല്ല. നമുക്കൊരു കാര്യം സ്വഭാവമായി മാറണമെങ്കിൽ തുടർച്ചയായി ആ കാര്യം ചെയ്യണം. എപ്പോഴാണോ നമ്മൾ ആ കാര്യം ചെയ്യാതിരിക്കുന്നത്, ഒരു ദിവസം ചെയ്യാതിരുന്നാൽ ആ സ്വഭാവം നമ്മളിൽ നിന്ന് പോകും. പിന്നെ വീണ്ടും പ്രയത്നിക്കണം, വീണ്ടും പരിശ്രമിക്കണം. അതുകൊണ്ട് ഏത് സ്വഭാവവും സ്ഥിരമായി നിലനിൽക്കണമെങ്കിൽ എല്ലാ ദിവസവും അത് ചെയ്യണം. അതിനൊരു നൈരന്തര്യം വേണം, നിരന്തര ഭാവം വേണം. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ജീവിതത്തിൽ ഓണം വരട്ടെ, വിഷു വരട്ടെ, സംക്രാന്തി വരട്ടെ, ആഘോഷങ്ങൾ വരട്ടെ, ഉത്സവങ്ങൾ വരട്ടെ, എന്തു വന്നാലും ചെയ്യേണ്ട ആചരണങ്ങളുടെ പേരാണ് നിത്യകർമ്മം എന്നുള്ളത്. അതുകൊണ്ട് ഒന്നാമത്തെ പേര് മറക്കാതിരിക്കട്ടെ, നിത്യകർമ്മം. രണ്ടാമത്തെ കർമ്മത്തിന്റെ പേരാണ് നൈമിത്തികം. കുറച്ച് ശ്രദ്ധയുണ്ടെങ്കിൽ ഇതൊന്ന് ഓർത്തു വെക്കാൻ പറ്റൂ. നൈമിത്തികം എന്ന് പറഞ്ഞാൽ നിമിത്തം വന്നാൽ ചെയ്യണം, ഇല്ലെങ്കിൽ ചെയ്യണ്ട. നിമിത്തം ഹേതുവായി ജീവിതത്തിൽ ചെയ്യേണ്ട ചില ആചരണങ്ങളുണ്ട്. വിശേഷിച്ചും ഷോഡശ കർമ്മങ്ങൾ, 16 ജീവിത മുഹൂർത്തങ്ങൾ നമുക്കൊക്കെയുണ്ട്. ഈ 16 ജീവിത മുഹൂർത്തങ്ങളും ചിലത് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി, ചിലത് ജീവിതത്തിൽ 1, 2, 3 തവണ ചെയ്യണം, ചിലതെല്ലാം മാസവും ചെയ്യണം. ഇങ്ങനെ നിമിത്തം ഹേതുവായി ജീവിതത്തിൽ വന്നു ചേരുന്ന ആചരണങ്ങളുടെ പേരാണ് നൈമിത്തികം. ഇപ്പൊ എന്താ മനസ്സിലാക്കുക? എന്താ ഒരു നിമിത്തം? എന്താ? ഇപ്പൊ വിവാഹം ഒരു നിമിത്തമാണ്. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രകൃതിയാലുള്ള ചോദന മൂലം എല്ലാവർക്കും കുഞ്ഞുങ്ങൾ ജനിക്കും. അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് നാമകരണം, പേരിടണം. പേരിടുക എന്നതൊരു നൈമിത്തിക കർമ്മമാണ്. അത് ജീവിതത്തിൽ ഒരിക്കലുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് പേര്, ഗസറ്റ് വിജ്ഞാപനം വഴി ഇടയ്ക്കിടയ്ക്ക് പേര് മാറ്റുക ഇല്ല, ഒരൊറ്റ പ്രാവശ്യമുള്ളൂ. അതറിഞ്ഞ് ചെയ്യണം, ആലോചിച്ച് ചെയ്യണം. നാളെ ഈ പേരാൽ എൻ്റെ കുഞ്ഞ് പരിഹസിക്കപ്പെടരുത്, അവനോ അവൾക്കോ ഒരു അപകർഷതാ ബോധം ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടാകരുത്. വളരെ ആലോചനയോടുകൂടി വേണം, വളരെ ആലോചനയോടുകൂടി വേണം കുഞ്ഞുങ്ങൾക്ക് പേരിടാൻ. നാമകരണം നൈമിത്തിക കർമ്മമാണ്. എന്ന പേരിടുക, എന്താ അഭിപ്രായം? അതങ്ങനെയൊന്നും ഇല്ല, ഞായറാഴ്ച നോക്കി പേരിടാം, അതൊന്നുമല്ല. ഇത്രയും വിശാലമായ ഒരു പാരമ്പര്യത്തിൽ ഇതിനൊക്കെ ഒരു കണക്കുണ്ട്. വൈദികമായി വേദമനുസരിച്ച് ഈ സനാതന ധർമ്മത്തിൽ പേരിടേണ്ടത് 11ാം ദിവസമാണ്. 11 10 ദിവസം കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ട് എന്ന് പറയാൻ പറ്റും. പ്രാണൻ ഉറയ്ക്കണമെങ്കിൽ 10 ദിവസം വേണം എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം.
10 ദിവസം കഴിഞ്ഞ് 11-ാം ദിവസം നാമകരണം. രാമന് പേരിട്ടത് 11-ാമത്തെ ദിവസമാണ്. ഭാഗവതം നോക്കൂ, കൃഷ്ണന് പേരിട്ടത് 11-ാമത്തെ ദിവസമാണ്. അപ്പോ 11-ാമത്തെ ദിവസം ഒരു നിമിത്തം വന്നു. ആ നിമിത്തം ഹേതുവായി 11-ാം ദിവസം നാമകരണം. 11 പറ്റിയില്ലെങ്കിലോ ഒരു കുഴപ്പമില്ല, ഒരു നക്ഷത്രമാസം കഴിഞ്ഞാൽ പേരിടാം. എന്താ പറഞ്ഞത്? ഒരു നക്ഷത്രങ്ങൾ എത്രയാ? 27. അത് കഴിഞ്ഞാൽ പേരിടാം. അപ്പൊ അടുത്ത ദിവസം ഏതാ? 28. അതുകൊണ്ടാണ് 28. ഏതുകൊണ്ട്? നക്ഷത്രമാസം കഴിഞ്ഞാൽ കുഞ്ഞിന് പേരിടാം. ഇനി അത് പറ്റില്ലേ, 2 നക്ഷത്രമാസം കഴിഞ്ഞോട്ടെ. 28 + 28 = 56. 56 ഇട്ടോളൂ. പക്ഷെ നാമകരണം ഒരു നൈമിത്തിക കർമ്മമാണ്. നിമിത്തം വന്നാൽ ചെയ്യണം. നല്ല പേരിടണം. ഏത് പേര് കുഞ്ഞിനിട്ടോ ആ പേര് വിളിക്കണം. നാമകരണത്തിന് ഒറ്റ പഥ്യമുള്ളൂ. എന്താണോ പേര് ആ പേര് വിളിക്കണം. നമ്മൾ നല്ല പേരിടും കുഞ്ഞുങ്ങൾക്ക്. അളകനന്ദ, യദുകൃഷ്ണ, ദേവനന്ദ, ആദി, വൈക, ഇതൽ, അദ്വൈത, വേദാന്ത്, നല്ല നല്ല പേരുകൾ. എന്നിട്ട് കുട്ടികൾ വീട്ടിൽ വിളിക്കും. ഗുട്ടു, വിട്ടു, സുട്ടു, ടുട്ടുട്ടു, ടെട്ടട്ടെ എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളെ വിളിക്കുക. എന്നാ പിന്നെ ആ പേരിട്ട പോലെയായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് എന്ത് പേരിട്ടോ ആ പേര് വിളിക്കാനുള്ള മര്യാദ കാണിക്കണം നമ്മൾ. അല്ലല്ല, പെറ്റിനെ ഓമനപ്പേര് വിളിക്കണ്ടേ? പിന്നെ അതങ്ങിട്ടാ പോലെയായിരുന്നു. ഇനി ഓമനപ്പേര് വിളിക്കണമെന്ന് ആഗ്രഹമുള്ളവർ വീടിന്റെ 4 മൂലയിൽ മാത്രമേ ആ വാക്ക് കേൾക്കാവൂ. നാട്ടുകാർ മുഴുവൻ കേൾക്കുന്ന തരത്തിൽ ഒരു ബിരുദാനന്തര ബിരുദ ചടങ്ങിൽ ആ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ആ കുഞ്ഞിനെ വളരെ ഓമനത്വം കൊണ്ട് അച്ഛനും അമ്മയും കുട്ടു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അവന്റെ ബിരുദാനന്തര ബിരുദ ചടങ്ങിൽ എല്ലാവരും ചേർന്ന് അവനെ കുട്ടു എന്ന് വിളിച്ചാൽ അന്ന് തീരും അവന്റെ ആത്മവിശ്വാസം. എന്റെ നാമം പരിഹസിക്കപ്പെടേണ്ടതാണെന്നും ഞാൻ കളിയാക്കപ്പെടുമെന്നും ഈ പേരിട്ട അച്ഛനമ്മമാരോട് അവന് തീർത്താൽ തീരാത്ത ദേഷ്യവും വിരോധവും അവൻ പുലർത്താതിരിക്കണമെങ്കിൽ ദയവ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് എന്ത് പേരിട്ടോ ആ പേര് വിളിക്കണം. ഓമന പേര് വേണമെങ്കിൽ നിങ്ങളുടെ 4 മുറിയുടെ ഉള്ളിലേക്ക് ആ ശബ്ദം കേൾക്കരുത്. പേരിട്ടാൽ അത് വിളിക്കും. ഇനി പേരിന് 5 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു പേരിടുക. ഒന്ന്, ആ പേര് സരളമായിരിക്കണം. ആർക്കും വിളിക്കാൻ പറ്റണം. ഏതൊരാൾക്കും വിളിക്കാൻ പറ്റണം. 100 അടിച്ച ആൾക്ക് വരെ വിളിക്കാൻ പറ്റണം ആ പേര്. സരളം. 2, ആ പേര് സുന്ദരമായിരിക്കണം. ആ പേരിനൊരു സൗന്ദര്യം വേണം. 3, ആ പേരിന് അർത്ഥസമ്പുഷ്ടമായിരിക്കണം. ആ പേര് അതിനൊരു അർത്ഥം വേണം. ആ പേരിന് പാരമ്പര്യവുമായി ബന്ധം വേണം. ആ പേര് പൂർവീക സ്മരണ ഉണർത്തുന്ന ഒന്നായാൽ അതികേമം. ഒരു പേരിടുന്ന സമയത്ത് അല്ലാതെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ എന്റെ കുഞ്ഞിന്റെ പേര് ഒന്നാമത് വേണം. എ വെച്ച് പേര്, ബി വെച്ച് പേര്, സി വെച്ച് പേര്. അല്ലാതെ ഒന്നാമതാവില്ലാതെ നമുക്കറിയാം നമ്മുടെ കുഞ്ഞ്. അതുകൊണ്ട് അറ്റൻഡൻസ് രജിസ്റ്ററെങ്കിലും വരട്ടെ 1-ാം സ്ഥാനം. ദയവ് ചെയ്ത് ഒരു കുഞ്ഞുങ്ങൾക്ക് നോക്കി പേരിടണം. പണ്ടൊരു എഴുത്തുകാരൻ ഒരു വീട്ടിൽ പോയി. ആ വീട്ടിൽ ചെന്നപ്പോ കുറെ കാലത്തിന് ശേഷം ആ വീട്ടിൽ ചെന്നപ്പോ ആ ബെല്ലുണ്ടല്ലോ, ആ ബെല്ലൊക്കെ അമർത്തി. ശബ്ദം കേട്ട ആ വീട്ടിലെ ആ മുതിർന്നയാൾ പുറത്തു വന്നു. ഈ വന്ന വ്യക്തിയെ ശ്രദ്ധിച്ചു നോക്കി. പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ മുഖം വല്ലാതെ സന്തോഷം വന്നു. എത്ര കാലമായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം വരികയാണ്. ഒരു ഇരിക്കൂ എന്ന് പറഞ്ഞ് സിറ്റ് ഔട്ട് അവിടെ ഇരുത്തിയില്ല, സ്വീകരണ മുറിയിൽ ഇരുത്തി. എവിടെ ഇരുത്തിയില്ല? നമ്മൾ പലരെയും ഇരുത്തേണ്ടവർത്താ ഇരുത്തണം. ഏതായാലും സ്വീകരണ മുറിയിൽ ഇരുത്തി. സ്വീകരണ മുറിയിൽ ഇരുത്തി കഴിഞ്ഞ് ഇവര് സംസാരിക്കാൻ നേരത്ത് ഒരു 3.5 വയസ്സ് വായിൽ ഒരു 3-4 പല്ലുള്ള ഒരു സുന്ദരക്കുട്ടപ്പൻ ഓടി വന്നു. അവൻ ഓടി വന്നപ്പോ തന്നെ ഈ മുത്തച്ഛൻ തന്റെ പേരക്കിടാവിനെ വിളിച്ചു പറഞ്ഞു, നമസ്തേ പറ. അവൻ 2 കൈ കൂപ്പി നമസ്തേ മാമ എന്ന് പറഞ്ഞു. ഇദ്ദേഹവും തിരിച്ച് കൈ കൂപ്പി.
ഉടനെ തന്നെ മുത്തച്ഛൻ വിളിച്ചു, മേട്ടു ഓടി വന്നേ എന്ന് പറഞ്ഞു. അവന് വിളിച്ച പേരാണ് മേട്ടു എന്നുള്ളത്. ഇവൻ ഓടി വന്നു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞ് മുതിർന്നവരായി ഇവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ഈ കുട്ടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവരെ മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടണമെന്നൊരാഗ്രഹമുള്ളത് കൊണ്ട് അവർ നമ്മുടെ ഇടയിലൊക്കെ കിടന്ന് വിചിത്ര ശബ്ദങ്ങൾ ഉണ്ടാക്കി, സോഫയിലേക്ക് ചാടിക്കയറി, അവിടെ ഓടി നടന്ന് നമ്മുടെ കാലിന്റെ ഇടയിലൂടെയൊക്കെ പോയി ആകെ കൂടി അവർ നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കും. അവർക്ക് ഒറ്റ ഉദ്ദേശമുള്ളൂ, അവരുടെ ശ്രദ്ധ എന്നിൽ വരണം, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ വിനീത വിധേയദാസ്യനായ അവിടെ സ്ഥലത്തിരുന്നോളും. ഇതിനിടയിൽ നമ്മൾ ഇടപെട്ടാൽ പിന്നെ അവിടെ ലോകമഹായുദ്ധം നടക്കും. നിലത്ത് വീണ് ഉരുണ്ട് കരഞ്ഞ് ആകെ അന്തരീക്ഷം മോശം. അതുകൊണ്ട് കുട്ടികളെ ദയവ് ചെയ്ത് തടയരുത്, എന്തെങ്കിലും ചെയ്തോട്ടെ. ഏതായാലും ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കെ ചോദിച്ചു, അല്ല നിങ്ങളിപ്പോ നിങ്ങളുടെ കുഞ്ഞിനൊരു പേര് വിളിച്ചല്ലോ? അതെ അതെ. എന്താ അവന്റെ പേര്? മേട്ടു. അല്ല അതവന്റെ ശരിക്കും പേരാണോ? ശരിക്കും പേരാ. അതെന്താ ഇങ്ങനൊരു പേര്? അതുണ്ടല്ലോ, ഇവന്റെ അച്ഛൻ അബുദാബിയിലാണ്, ഗൾഫിലാണ്. അച്ഛൻ അമ്മയുടെ വയറ്റിൽ ഗർഭത്തിൽ ഇവൻ ഉള്ള കാലത്താണ് അദ്ദേഹം പോയത്. ഇപ്പൊ വന്നിട്ട് 3-4 വർഷമായി. അപ്പൊ ഈ കുഞ്ഞ് ജനിച്ചപ്പോ അച്ഛനൊരാഗ്രഹം, ജനിച്ച ഡേറ്റ് വെച്ച് കുഞ്ഞിന് പേരിടണം. അങ്ങനെ മെയ് മാസം 2-ാം തീയതി ജനിച്ച മുതലിന്റെ പേരായി ഈ കേട്ടത് മെയ്ത്തു. അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും അത് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അങ്ങനെ മെയ് മാസം 2-ന് ജനിച്ച കുഞ്ഞിന് അച്ഛനും അമ്മയും ആലോചിച്ചിട്ട പേരാണ് മെയ്ത്തു എന്നത്. ഏതായാലും ഇദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി അതിന്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു പരിചയമുള്ള വീട്ടിലേക്ക് ചെന്നു. അത് കോഴിക്കോടാണ്. അവിടെ ചെന്നപ്പോ ആ വീട്ടുകാരൻ ഇദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട്. ആ വീട്ടിൽ 3 പെൺകുട്ടികളാണ്. ഈ 3 പെൺകുട്ടികൾക്കും നമുക്ക് പേരുകളൊക്കെ ഇടുമ്പോൾ അറിയാലോ, അന്ത്യപ്രാസം അറിയാലോ. അവസാനത്തെ അക്ഷരമൊക്കെ ഒരുപോലെ ഇരിക്കും എല്ലാ വീട്ടിലും. ഷീന, ബീന, ജീന, സീന ഇങ്ങനെയൊക്കെ ഇടും. നീ 5ാമത്തെ കുട്ടിക്ക് ഇത്തിരി തടിയുണ്ടെങ്കിൽ ആന എന്നൊക്കെ പേരിടും. കാരണം പ്രാസം ശരിയാവുന്നുണ്ട്. അവസാനം നാ. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ എല്ലാ പേരുകൾക്കും ഇങ്ങനെ അന്ത്യപ്രാസവും ആദ്യപ്രാസവും ഇല്ല, എന്നാലും ഒരുപോലെ. ഒരു വീട്ടിൽ നാട്ടിൽ ചെന്നാൽ ആ പ്രായത്തിലുള്ളവർക്കൊക്കെ ഒരേ ടൈപ്പ് പേര്. സതീഷ്, ഗിരീഷ്, സതീഷ് ഒക്കെ. ആ പേരും ഒരു രസമാണ്. ഓരോ വ്യാഴവട്ടം കഴിയുമ്പോഴും പേരിന്റെ സ്റ്റൈലുകൾ മാറും. നിങ്ങൾ ഇന്നത്തെ ഒരു 10-15 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ നോക്കിയേ, എല്ലാ കുഞ്ഞുങ്ങളുടെയും പേര് ഒരു ഈശ്വരീയ നാമമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് 2 പേരുണ്ടാവും. നോക്കൂ, ഏത് കുഞ്ഞിനോട് ചോദിച്ചു. ഞാൻ സ്കൂളിൽ LKG അഡ്മിഷൻ എടുക്കാൻ വരുന്ന കുഞ്ഞുങ്ങളുടെ പേരുകളൊക്കെ അങ്ങനെ എഴുതും. ഒക്കെ ഇന്നത്തെ കാലത്തെ പേരാണ്. ഒരു 15 വയസ്സിനുള്ളിലുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെയും പേര് ഈശ്വരീയ നാമങ്ങൾ. അത്ര കണ്ട് ഹിന്ദു ക്ഷേത്രങ്ങളിലും ഹിന്ദു വീടുകളിലും ഹിന്ദു ധർമ്മശാസ്ത്രങ്ങളിലും ക്ഷേത്രങ്ങളിൽ തിക്കും തിരക്കും മൊത്തത്തിലൊരു ദൈവീകതയൊക്കെ വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് പേരിലും അതുണ്ട്. ഇനി അതിന്റെ മുൻപിലുള്ളവരുടെ പേരുകൾ നോക്കൂ, ഒക്കെ 3 അക്ഷരമായിരിക്കും. ഒരു 10-40 വയസ്സിനുള്ളിലുള്ളവർക്കൊക്കെ 3 അക്ഷരം. അത് കഴിഞ്ഞാലോ പുരുഷന്മാരാണെങ്കിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞ ഒക്കെ 2 അക്ഷരമായിരിക്കും. ബിജു, ഷിജു, ഇങ്ങനെ ജുജു ഒക്കെ തുടങ്ങിയാൽ അപ്പൊ മനസ്സിലാക്കണം 44, 48, 46 ഇതൊക്കെയാണ് പേര്. ഇനി ഒരു 55 വയസ്സൊക്കെ കഴിഞ്ഞാൽ പുരുഷന്മാർക്കൊക്കെ വീണ്ടും 2 അക്ഷരം. അതാണ് ശശി, രവി. ശശിന്ന് കേട്ടാ ഉറപ്പിക്കണം 58. ഇനി ഒരു 60-65 വയസ്സ് കഴിഞ്ഞാലോ 5 അക്ഷരം. പത്മനാഭൻ, കൃഷ്ണൻകുട്ടി, രാമൻകുട്ടി, വേലായുധൻകുട്ടി. കേട്ടാ മനസ്സിലാക്കണം 69, 70, 72. ഇനി സ്ത്രീകളുടെ പേര് നോക്കൂ. എല്ലാ സ്ത്രീകളുടെ പെൺകുട്ടികളുടെയും പേരുകളൊക്കെ ദൈവിക നാമങ്ങളാണ്. ഇപ്പോ അനുരാധയും ദേവനന്ദയും മീനാക്ഷിയൊക്കെ പുനർജനിച്ചു തുടങ്ങി. മീനാക്ഷി കുറെ കാലം ഉണ്ടായില്ല, ഇപ്പൊ വീണ്ടും മീനാക്ഷിമാരൊക്കെ പുനർജനിച്ചു. അത് കഴിഞ്ഞ് ഒരു 30 വയസ്സിനും ഒരു 45 വയസ്സിനും ഇടയിലുള്ള മിക്കവാറും സ്ത്രീകൾക്കൊക്കെ 3 അക്ഷരമാണ്. സജിത, സുബിത, സുനിത ഇങ്ങനെയൊക്കെ തുടങ്ങിയതൊക്കെ കാണാം. എല്ലാം ഒരു 32 വയസ്സ്, 34 വയസ്സ്, 35 വയസ്സ്. അതിനപ്പുറത്തോ സ്ത്രീകൾക്കൊക്കെ 2 അക്ഷരം. ശാന്ത, ജീന, ബീന. 48. അതല്ല 48.
കാരണം അതൊക്കെ ആ കാലത്ത് രണ്ടക്ഷരമാണ്. ഇത് കഴിഞ്ഞ് ഒരു 60 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളുടെയും പേര് ലളിതാ സഹസ്രനാമത്തിന്റെ ദേവിയുടെ പേരാണ്. സാവിത്രി എത്ര വയസ്സാ? 64. അംബിക 68. വിലാസിനി 69. എല്ലാം ലളിതാ സഹസ്രനാമമാണ്. നിങ്ങൾ ഏതൊടുത്ത് നോക്കിക്കോളൂ. കാരണം ആ കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ ലളിതാ സഹസ്രനാമം ഭംഗിയായി ചൊല്ലിയിരുന്നു. അതിന്റെ ഒരു സ്വാധീനം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. ഇങ്ങനെ പേരുള്ളതിൽ ഈ എഴുത്തുകാരൻ ചെന്ന ആ വീട്ടിൽ 3 പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളുടെയൊക്കെ അവസാനത്തെ അക്ഷരം ഒരുപോലെയാണ്. അപ്പോ അവസാനത്തെ അക്ഷരം ഒരുപോലെ ആയതുകൊണ്ട് ആ വീട്ടിൽ ഒന്നാമത്തെ കുഞ്ഞിന്റെ പേര് വെച്ചു ഇദ്ദേഹം. ആ പേര് കൊള്ളാം. രണ്ടാമത്തെ അതേ പാറ്റേൺ, നടുക്കുള്ള അക്ഷരം മാത്രമേ വ്യത്യാസമുള്ളൂ. ആദ്യത്തെ അവസാനത്തെ ഒരുപോലെ. മൂന്നാമത്തെ കുഞ്ഞിന്റെ പേര് വെച്ചത് വരെ ഞെട്ടിപ്പോയി. അനുരാധ. അനുരാധ ഒരു ബന്ധമില്ല. അപ്പൊ ഇദ്ദേഹത്തിനൊരു സംശയം, ഈ കുഞ്ഞ് ഇവിടത്തെയല്ലേ? ഇവിടത്തെയാണെങ്കിൽ പ്രാസം അനുസരിച്ച് വരണം. ഈ കുഞ്ഞ് ഇവിടെ തന്നെയാ, ഇതെന്ത് വ്യത്യസ്ത പേര്? ആദ്യത്തെ 2 കുഞ്ഞുങ്ങളുടെ പേരുമായിട്ട് ഇതിന് ബന്ധമില്ല. ഇത് കേട്ട ഉടനെ മുത്തശ്ശി ഒരു റിട്ടയേർഡ് ടീച്ചറാണ്. ടീച്ചർ വന്നിട്ട് പറഞ്ഞു, അതെ അതൊരു ഒരു കഥയാ സാറേ. അതെന്താ? ഈ മൂന്നാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചത് വീട്ടിലാണ്, ഹോസ്പിറ്റലിലാണ്. അപ്പൊ ആ കാലത്ത് നോക്കണേ, ഇപ്പൊ ഞാൻ എന്റെ അമ്മയോട് ചോദിച്ചു, അമ്മ എന്നെ എവിടെ പ്രസവിച്ചത്? അപ്പൊ എന്നോട് പറഞ്ഞു വീട്ടിലാണ്. അപ്പൊ ആ ഒരു വീടുകളിലാണ് നമ്മുടെയൊക്കെ പ്രസവിച്ചത്. ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് ചോദിച്ചു നടക്കാൻ പറ്റില്ല. അപ്പോ ആ കുഞ്ഞിനെ, മൂന്നാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചത് ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ ഒരു പ്രസവം നടന്നാൽ കാണാൻ പോയില്ലേ മറ്റുള്ളവരെ? ഇതേപോലെ പത്മനാഭൻ മാഷും സാവിത്രി ടീച്ചറും കൂടി കാണാൻ വന്നു. അപ്പൊ എത്ര വയസ്സുണ്ടാവും അവർക്ക്? പത്മനാഭൻ. അപ്പൊ 2 പേരും റിട്ടയർമെന്റ് കഴിഞ്ഞ് ഉറപ്പാണേ. 2 പേരും കൂടി ചെന്നു. 3 ചോദ്യം ചോദിച്ചു. എന്തു കുഞ്ഞാ എന്ന് ചോദിച്ചു. പെൺകുട്ടിയാണ്. നാളെ ഏതാ? അനിലാണ് നാളെ. പത്മനാഭൻ മാഷ് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അനുരാധ എന്ന് പേരിട്ടാ മതി കേട്ടോ എന്ന് പറഞ്ഞു. അവര് പോയി. നോക്കണേ, നമ്മളാണ് ഹോസ്പിറ്റലിൽ ചെന്നത്, നമ്മളെന്താ 3 ചോദ്യം ചോദിക്കുക? സിസേറിയൻ ആയിരുന്നോ? എത്ര രൂപയായി? കൊതുകുണ്ടോ? നമ്മൾ 3 ചോദ്യം ചോദിച്ചു പോലും. ഇതാണ് നമ്മളും ഉള്ളവര് തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഈ അത്താഴപ്പട്ടിക്കാർക്ക് എത്ര ഉറുപ്പിയായി, സിസേറിയൻ ആണ്, ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. ഇദ്ദേഹം ചോദിച്ചത് അനിഴ നക്ഷത്രമാണെങ്കിൽ അനുരാധ എന്ന് പേരിട്ടാൽ മതി. അപ്പൊ ഈ ചെന്ന അതിഥി ചോദിച്ചു, മനസ്സിലായോ കാര്യം? അതെന്താ? അനിഴ നക്ഷത്രത്തിന്റെ സംസ്കൃത നാമമാണ് അനുരാധ. അശ്വതിക്ക് അശ്വതി പോലെ, രേവതിക്ക് രേവതി പോലെ ഓരോ നാളിനും ആ നാളിൻ്റെതായ ഒരു സംസ്കൃത നാമമുണ്ട്. ഇത് കേട്ടപ്പോ ആ വീട്ടുകാർക്ക് അത്ഭുതമായി. അല്ല, എന്റെ സംശയം ഞാൻ ചോദിക്കട്ടെ. ഞാൻ നേരത്തെ മേത്തൂരിന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ ചിരിച്ചില്ലേ? ഞാൻ എന്തേ അനുരാധയുടെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ ചിരിക്കാഞ്ഞേ? അതെന്താണെന്നറിയോ? അനുരാധ നമ്മുടെയാണ്, മേട്ടു നമ്മുടെയല്ല. അനുരാധ നമ്മുടെ സംസ്കാരമാണ്, മേട്ടു നമ്മുടെ സംസ്കാരമല്ല. അനുരാധയെ പിടിച്ചു വാങ്ങും, മേട്ടുവിനെ തുറന്നു വിടും. അനുരാധ അത്ഭുതം, മേട്ടു കളിയാക്കും, പരിഹാസം. നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം, ആഹ്ലാദം. അങ്ങനെയുണ്ടോ? അപ്പോൾ എന്റെ എന്തായിരിക്കും? എങ്കിൽ അടുത്തതാവട്ടെ. നോക്കണല്ലോ. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെ ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ വന്നത്? നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടൊരു നാമം ഇട്ടപ്പോൾ തന്നെ ഇത്രയും സന്തോഷവും അത്ഭുതവും ആഹ്ലാദവും അർത്ഥസന്തുഷ്ടവുമായൊരു നാമത്തിന് ഇത്രയുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുടെ പേരുകൾ എടുത്തിട്ട് സ്വയം വിളിഭ്യരായി പരിഹാസ കഥാപാത്രമായി മാറുന്നത്? പേരെന്ന് പറയുന്നത് ഒരു സംസ്കാരത്തെ ദ്യോതിപ്പിക്കുന്നതാണ്. പേരിന് ശുദ്ധമായ അർത്ഥം വേണം, അതിന് പാരമ്പര്യത്തിന്റെ സങ്കല്പം വേണം. ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അഭിമാനമുണ്ടാകണം. അതുകൊണ്ട് നാമകരണം ഒരു ഷോഡശ കർമ്മമാണ്, നൈമിത്തിക കർമ്മമാണ്. ശരിയാണ്. ഒന്നാമത്തെ കർമ്മം ഏതാ? നിത്യകർമ്മം. രണ്ടാമത്തെ ഏതാ? നൈമിത്തിക. മൂന്നാമത്തെ കർമ്മം മറക്കരുത്, കാമ്യകർമ്മം.
കാമ്യം എന്ന് പറഞ്ഞാൽ ആഗ്രഹം, കാമനകൾ ആഗ്രഹമാണ്. നമുക്ക് ധാരാളം ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ തീരില്ല. ഞാനിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു 100 പേജിന്റെ നോട്ട് പുസ്തകം ഒരു പേനി തന്നിട്ട് പറഞ്ഞു ആഗ്രഹങ്ങൾ എഴുതും എന്ന് പറഞ്ഞാൽ എന്തൊരു വേഗം എഴുതുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരാൾ കൈ ഉയർത്തും. എന്താ എഴുതി കഴിഞ്ഞോ? അതല്ല, ഒരു പുസ്തകം കൂടി തരുമോ? എന്തിനാ? തീർന്നില്ല. കാരണം നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വേലിയേറ്റം പോലെയാണ്, തിരമാലകൾ പോലെയാണ്, കടലമാലകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് പോലെ നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ നിരവധിയുണ്ട്. ഇന്നത്തെ ആഗ്രഹമല്ല, നാളേന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും കാമ്യകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ 3ാമത്തെ കർമ്മങ്ങളുണ്ട്. നമ്മുടെ ആഗ്രഹം സംശുദ്ധമാണോ? നമ്മുടെ ആഗ്രഹം ധാർമ്മികമാണോ? ധാർമ്മികം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ആ ആഗ്രഹം കൊണ്ട് ഞാൻ ആ കാര്യം ചെയ്യുമ്പോൾ എനിക്ക് ദോഷമുണ്ടാകരുത്, എൻ്റെ വീട്ടുകാർക്ക് ദോഷമുണ്ടാകരുത്, എൻ്റെ നാട്ടുകാർക്ക് ദോഷമുണ്ടാകാത്ത എല്ലാ ആഗ്രഹങ്ങളും ധാർമ്മികം. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ധാർമ്മികമാണോ എന്ന് മനസ്സിലാക്കുക. നാം ചെയ്യുന്ന ഈ പ്രവൃത്തി കൊണ്ട് ആർക്കും ദോഷങ്ങൾ ഉണ്ടാവരുത് ഈ 3 വിഭാഗത്തിലും. അങ്ങനെ ധാർമ്മികമായ നമ്മുടെ ഏത് ആഗ്രഹവും നടപ്പിലാക്കാനുള്ള വഴിപാടുകളുണ്ട്, കർമ്മങ്ങളുണ്ട്, മന്ത്രങ്ങളുണ്ട്, പൂജകളുണ്ട്. ഏത് കർമ്മവും കാമ്യകർമ്മമാണ്. കാമ്യകർമ്മങ്ങൾ കുറച്ചൊന്നുമല്ല. ശിവക്ഷേത്രത്തില് ധാര കഴിക്കാറില്ലേ? ഇല്ലേ? ഈ ധാര കഴിക്കുമ്പോ ചൊല്ലുന്ന മന്ത്രം എന്താണെന്നറിയോ? ഈ ധാര കഴിക്കുമ്പോ ആ മന്ത്രം കൊണ്ട് നമ്മൾ എന്താ ചോദിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ ധാരയിൽ ചോദിക്കുന്നത് അല്ലയോ പരമശിവ, ശ്രീരുദ്രമാണ്. ശ്രീരുദ്രത്തിലെ ചമകമുണ്ട്, ചമേ 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 ചമേ, ഇങ്ങനെയാണ് എല്ലാ മന്ത്രം അവസാനിക്കുക. ആ ചമകം ചൊല്ലി 300 ചില്ലുവാൻ മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങളിൽ വിശേഷപ്പെട്ട മന്ത്രങ്ങൾ ചേർത്ത് ശിവന് ധാര ചെയ്യുമ്പോൾ ആ മന്ത്രങ്ങൾ നമ്മൾ അടുത്ത് നിന്ന് കൈകൂപ്പി നമ്മുടെ നാളും പേരും പറഞ്ഞത് ചെയ്യുമ്പോൾ ആ മന്ത്രത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ആ മന്ത്രങ്ങൾ എല്ലാം ഭൗതികമായ സമ്പത്തിനെ തരാനുള്ളതാണ്. അല്ലാണ്ട് ധാര ആധ്യാത്മികമായ സമ്പത്തല്ല, ഭൗതികമായ സമ്പത്ത്. പരമേശ്വര, മഞ്ജുനാഥേശ്വര, എനിക്ക് ധനം, ധാന്യം, ഗോതമ്പ്, ബാർലി, ആട്, പശു, സ്വർണം, എന്തൊക്കെയാ ചോദിക്കണമെന്ന്. ധാര കഴിച്ചാൽ നല്ലതാന്ന് പറയണത് നമ്മളിൽ ഭൗതികമായ ജീവിതത്തിന്റെ സമ്പന്നത നമുക്കുണ്ടാവും. അതാ ഈ ധാര. അത് നോക്കൂ, ഈ ആചരണം ശ്രദ്ധിച്ച് ചെയ്താൽ, ഈ വഴിപാട് ചെയ്താൽ ജീവിതത്തിൽ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകും. അതിന് മന്ത്രം മാത്രം നോക്കിയാൽ മതി. എല്ലാ മന്ത്രങ്ങൾക്കും അങ്ങനത്തെ ഗുണമുണ്ട്. ഇപ്പൊ സുദർശനം നടത്തുകയാണെങ്കിൽ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരപുരുഷായ പരമാത്മനെ പരകർമ്മ മന്ത്ര യന്ത്ര ഔഷധാസ്ത്ര ശസ്ത്രാണി സംഹര സംഹര മൃത്യുർമോചയ മോചയ എന്ന് തുടങ്ങി മഹാസുദർശന മന്ത്രം വേണ്ട രീതിയിൽ നാളും പേരും ചേർത്ത് ഉപാസനാനിഷ്ഠനായ ഒരു വ്യക്തി അതിന്റെ അനുസരിച്ച് വിധി അനുസരിച്ച് ചൊല്ലിയാൽ അച്ചട്ടാണ്. കാമ്യകർമ്മം, ധാർമ്മിക ആഗ്രഹങ്ങൾ നമ്മുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ നിരവധി ആചരണങ്ങളുണ്ട്, കർമ്മങ്ങളുണ്ട്, വഴിപാടുകളുണ്ട്. അതാണ് 3ാമത്തത് കാമ്യകർമ്മം. 1ാമത്തേതാ നിത്യകർമ്മം, 2ാമത്തെ നൈമിത്തികം, 3ാമത്തത് കാമ്യം, 4ാമത്തത് പ്രായശ്ചിത്തം. 4ാമത്തത് പ്രായശ്ചിത്തം. എങ്ങനെയാ പ്രായശ്ചിത്ത കർമ്മം ചെയ്യേണ്ടി വരിക? പ്രായശ്ചിത്ത കർമ്മം ചെയ്യേണ്ടി വരുന്നത് ചെയ്യരുതാത്ത എന്ത് ചെയ്താലും പ്രായശ്ചിത്ത കർമ്മം ചെയ്യണം. ചെയ്യാന്ന് പറഞ്ഞാൽ കൈകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയല്ല കേട്ടോ, മനസ്സിൽ പോലും ആലോചിച്ചാൽ മതി. അതുകൊണ്ടാ പറയാ മനസ്സുകൊണ്ട് പോലും വ്യഭിചരിക്കരുത് എന്ന് പറയും സാധാരണ. ആ ചെയ്യുന്ന പ്രവൃത്തിക്കും പ്രായശ്ചിത്തം ചെയ്യണം. അപ്പൊ ചെയ്യരുതാത്ത എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ പ്രായശ്ചിത്ത കർമ്മം ചെയ്യണം. കഴിഞ്ഞില്ല, ചെയ്യരുതാത്തത് ചെയ്താൽ മാത്രമല്ല ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലും പ്രായശ്ചിത്ത കർമ്മം ചെയ്യണം. മനസ്സിലായില്ല?
എന്നിൽ ചെയ്യാൻ നിക്ഷിപ്തമായ എന്റെ ചില ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്നിൽ ഞാൻ ചെയ്യേണ്ടതായി ഇത്. പഠിക്കാൻ പോകുന്ന ഒരു കുഞ്ഞ് ഒരു എഞ്ചിനീയറിംഗിന് ചേർന്നു. ആ കുഞ്ഞിനെ സംബന്ധിച്ച് ധർമ്മം എന്ന് പറയുന്നത് പഠിക്കുക, പഠിക്കുക, പഠിക്കുക. യുവർ ഫസ്റ്റ് ഡ്യൂട്ടി ഓൺലി സ്റ്റഡിയിങ്, യുവർ സെക്കൻഡ് ഡ്യൂട്ടി ഓൺലി സ്റ്റഡിയിങ്, യുവർ തേർഡ് ഡ്യൂട്ടി, ലാസ്റ്റ് ഡ്യൂട്ടി ഓൾസോ സ്റ്റഡി. പഠിക്കുക എന്നല്ലാതെ ഒരു പണിയില്ല. പക്ഷെ അപ്പൊ ചെയ്യേണ്ടതാണ് പഠിക്കുക എന്നുള്ളത്. ചെയ്തില്ലാതിരിക്കട്ടെ. അപ്പോ പ്രായശ്ചിത്ത കർമ്മം ഈ കുഞ്ഞും ചെയ്യണം. അതിന്റെ പേരാണ് സപ്ലി. കേട്ടിട്ടുണ്ട്? പ്രായശ്ചിത്ത കർമ്മമാണ്. വീണ്ടും പൈസ അടയ്ക്കണം, വീണ്ടും പഠിക്കണം, വീണ്ടും എഴുതണം, യൂണിവേഴ്സിറ്റിക്ക് പൈസ കൊടുക്കണം. ഇവിടെ അമ്പലത്തിന് വഴിപാട്, അവിടത്തെ പ്രായശ്ചിത്തം, സപ്ലി, സേപരീക്ഷ, ഇതൊക്കെ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലും പ്രായശ്ചിത്ത കർമ്മമുണ്ട്. ശരിയാണ്. ഈ 4 ചെയ്യാനുള്ളൂ. ദയവ് ഇത് മനസ്സിലാക്കുക. ഈ കുറെ ഓരോന്നും ചെയ്യാനില്ല. 1 നിത്യകർമ്മം, 2 നൈമിത്തികം, 3 കാമ്യം, 4 പ്രായശ്ചിത്തം. നിങ്ങളൊരു പുസ്തകവും പേരെടുത്ത് ഈ 4 ടൈറ്റിലും മേലെ എഴുതണം. നിത്യം, നൈമിത്തികം, കാമ്യം, പ്രായശ്ചിത്തം. എന്നിട്ട് ഈ 4ാമത്തെ പ്രായശ്ചിത്തം പറഞ്ഞില്ലേ? അപ്പോൾ ചെയ്യരുതാത്തത് എന്തൊക്കെയാണെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്, ഇല്ലേ? എന്തൊക്കെ ചെയ്യരുതാത്തത് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രായശ്ചിത്തമുണ്ട്. അപ്പോൾ ആ ചോദ്യം, എന്താണ് ചെയ്യേണ്ടത്? അഭിപ്രായം? ചെയ്യേണ്ടത് എന്താണെന്ന് അറിഞ്ഞാലല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴ ഉത്തരം അതാണ് നിത്യകർമ്മങ്ങൾ. ചെയ്യേണ്ടത് ഏതാ? നിത്യകർമ്മം. നിത്യകർമ്മങ്ങൾ വിധി അനുസരിച്ച് ചെയ്യണം. നിത്യകർമ്മം ചെയ്തില്ലെങ്കിൽ നിർബന്ധമായും പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. നിത്യകർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ പ്രായശ്ചിത്തം നിർബന്ധമാണ്. എല്ലാവരും, നിങ്ങൾ ഈ ലോകത്തിലെ എത്ര കോടി പണം ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് എത്ര പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടാവട്ടെ, എത്ര പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ടാകട്ടെ, എന്തൊക്കെ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ, ജീവിതത്തിൽ പ്രായശ്ചിത്ത കർമ്മം കുറച്ചൊന്നല്ല ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒന്നാമത് പറഞ്ഞില്ല, എഴുതിയതിൽ ഒന്നാമത്തെ നിത്യകർമ്മം. ആ നിത്യകർമ്മം അനുഷ്ഠിച്ചാൽ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരില്ല എന്ന് മാത്രമല്ല, ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ് നിത്യകർമ്മം ചെയ്യുക എന്നുള്ളത്. ഇത്രയും ക്ലിയർ ആണോ? ഈ പറയുന്നത് മനസ്സിലാവുമോ? ഞാൻ പ്രസംഗിച്ചു പോയാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവാൻ ഒരു വഴിയില്ല. പണ്ട് ഈ ക്ലാസ് മുറിയിലൊക്കെ ഇരുന്ന് പഠിച്ചതുപോലെ പഠിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ കുറച്ചു നേരം കൂടി ഇരിക്കണം. ഈ നിത്യകർമ്മങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇരുന്നപ്പോ എന്റെ ഉദ്ദേശം. ഇത്രയേ ഉള്ളൂ. കാരണം ഈ നിത്യകർമ്മങ്ങള് അതിന് പല പേരുണ്ട്. ഒരു പേരാണ് നിത്യകർമ്മം. എന്നും ചെയ്യേണ്ട കർമ്മങ്ങളാണ് നിത്യം. പോരാ, ഈ എന്നും ചെയ്യേണ്ട കർമ്മങ്ങള് 5 എണ്ണമാണ്. എത്ര എണ്ണ? അപ്പൊ നേരത്തെ ഒരു 4 എണ്ണം പറഞ്ഞു. ഇതുള്ളൂ എന്നാ പറഞ്ഞേ. അതന്നെ ഉള്ളൂ. അതാണ് നമ്മുടെ ടൈറ്റിൽ. ഇനി ഇതിനൊക്കെ ചില സബ് ടൈറ്റിൽ ഉണ്ട്. ഒരു ആരോ മാർക്ക് ഇട്ടാൽ നിത്യകർമ്മങ്ങൾ 5 എണ്ണം. അപ്പൊ 5 വര വീണ്ടും വരയ്ക്കണം. ഈ 5 എണ്ണം ചെയ്താൽ എനിക്ക് ജീവിതത്തിൽ ചെയ്യാനുള്ള നിത്യകർമ്മമാണ്. ഇനി ഒന്നുകൂടി നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം പറയട്ടെ. നിത്യകർമ്മങ്ങൾക്ക് ഒരു പേര് പഞ്ചമഹായജ്ഞം. ഇതിനെന്താ പത്ര സന്തോഷിക്കാൻ? അതിപ്പോ മനസ്സിലാവും. 5 യജ്ഞങ്ങൾ എന്നും ചെയ്യണം. അപ്പൊ നിത്യകർമ്മം എന്ന് പേരുണ്ട്. പിന്നെന്താ പേര്? പഞ്ചമഹായജ്ഞം. ഇതിന് 3ാമതൊരു പേരുണ്ട്, പഞ്ചഋണങ്ങൾ. 5 കടമുണ്ട് എല്ലാവർക്കും. ജനിച്ചോ 5 കടമുണ്ട്. ഈ 5 കടങ്ങളും വീട്ടണം. അപ്പോൾ അത് തന്നെയാണ്
ഈ 5 കടമകളുണ്ടല്ലോ, അതിന്റെ പേരായി പഞ്ചമഹായജ്ഞമെന്നും നിത്യാചാരമെന്നും നമ്മുടെ കുടുംബസങ്കല്പമെന്നും പഞ്ചഋണങ്ങളെന്നും 5 കടമകളെന്നും 5 തരത്തിൽ പേരിട്ട് വിളിക്കുന്ന ഇതാണ് നമ്മുടെ കുടുംബ സങ്കല്പം. എന്തിനാ കുടുംബം? പഞ്ചമഹായജ്ഞം ചെയ്യാനാ. ഇനി സന്തോഷമുള്ള കാര്യം പറയാം. എന്തിനാ വിവാഹം കഴിക്കുന്നേ? നിങ്ങൾക്ക് എന്തിനാ വിവാഹം കഴിച്ചേ? എന്തിനാ? ഞാൻ കുറേ പേരോട് പരിചയമുള്ളവരോടൊക്കെ വെറുതെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കില്ലേ. അപ്പൊ ചോദിച്ചു, സുഹൃത്തെ നിങ്ങൾ എന്തിനാ വിവാഹം കഴിച്ചേ? അപ്പൊ ഒരാളെന്നോട് പറഞ്ഞത്, എന്തായാലും കഴിക്കണ്ടേ. അതെന്തിനാ കഴിച്ചേ? എന്തായാലും കഴിക്കണ്ടേ, വേണം, അതുകൊണ്ട് അറിഞ്ഞു കഴിച്ചു. മറ്റൊരാൾ പറഞ്ഞത്, നാട്ടു നടപ്പനുസരിച്ച് വേണ്ടതല്ലേ, അതെ, അതുകൊണ്ട് അറിഞ്ഞു കഴിച്ചു. അപ്പൊ നിങ്ങൾ എന്തിനാ കഴിച്ചേ? വേറൊരാളോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞേ, ജ്യോത്സ്യൻ പറഞ്ഞു. അപ്പൊ എത്രയായി വയസ്സ്? 26. ഇതാ സമയം. ഇല്ലെങ്കിലോ 40 കഴിയോ ടോ. അമ്മോ, അപ്പൊ തന്നെ പോയി അവരെ കെട്ടി. ഇയാൾ എന്തിനാ വിവാഹം കഴിച്ചേ? ജ്യോത്സ്യൻ പറഞ്ഞു, ഇതിപ്പം നടന്നാലേ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ നടക്കില്ല. വേറൊരാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ വിവാഹം കഴിച്ചേ? വീട്ടിന് നിർബന്ധം. ആരാ നിർബന്ധിക്കുക? നമ്മളെന്നെ നിർബന്ധിക്കണം. എന്നാലും അച്ഛനും അമ്മയും നിർബന്ധിക്കുക, ബന്ധുക്കൾ ചോദിക്കുക, നാട്ടുകാർ ചോദിക്കുക, എല്ലാവരും നോക്കുമ്പോ തന്നെ എനിക്ക് തോന്നുക, എന്താ വിവാഹം കഴിക്കാത്തതെന്ന് ചോദിക്കുമോ എന്നൊരു ഉള്ളിൽ. ഇതാണ്, ഇതുകൊണ്ടാണ് നടക്കണത്. ഏതായാലും നിർബന്ധം കൊണ്ടാണ് ഇയാൾ വിവാഹം കഴിച്ചത്. വേറൊരാൾ പറഞ്ഞു, ഞാൻ കഴിച്ചാലല്ലേ എന്റെ അനിയനും അനിയത്തിക്കും കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ടല്ലോ, ഞാൻ മൂത്തയാണല്ലേ, അതെ, അവര് കഴിക്കണ്ടേ, അതെ, അതുകൊണ്ട് ഞാൻ അവർക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ അവരുടെ കഴിച്ചു. വേറെ ആളെ ഞാൻ പരിചയപ്പെട്ട ആരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ വിവാഹം കഴിച്ചേ? അപ്പൊ ആള് പറഞ്ഞു, ഒറ്റയ്ക്ക് ജീവിച്ചു മടുത്തു. കുറ്റം പറയാൻ പറ്റില്ല. ഒരാൾ കൂട്ടു വേണമെന്നൊരാഗ്രഹം, അങ്ങനെ കൂട്ടിന് വേണ്ടി ഇദ്ദേഹം ഒരു വിവാഹം കഴിച്ചു. ഒരു 6 മാസം കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ കണ്ടു. എങ്ങനെയുണ്ട്? വേണ്ടിയിരുന്നില്ല തോന്നുക. നല്ല ആവേശമൊക്കെ കഴിഞ്ഞു. ഇതിപ്പോ മാറ്റിയെടുക്കാൻ പറ്റുമോ? ഇതുവരെ ബാത്ത സമ്പ്രദായമാണോ? ഇതിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അത് പൊള്ളില്ല കേട്ടോ, ഇത് മാറ്റി തരൂ. പറ്റില്ലല്ലോ. അപ്പൊ ഇയാൾ കൂട്ടിന് വേണ്ടി കഴിച്ചത്. ആ ആവേശമൊക്കെ കഴിഞ്ഞു. അല്ല, എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ, നിങ്ങളൊക്കെ എന്തിനാ കഴിച്ചേ? വിവാഹം കഴിച്ചത് എന്തിനാ? എന്തെങ്കിലും ഈ പറഞ്ഞതല്ലാണ്ട് വല്ലതുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത സ്ഥലത്ത് പോയി പറയാം. അല്ല, അങ്ങനെ വല്ലതുണ്ടോ? ഇത്ര വയസ്സായി, 25 അയ്യോ, പെൺകുട്ടിയായിട്ട് 25 കഴിഞ്ഞിട്ടില്ലാന്നോ? വേഗം കഴിപ്പിക്കും. എന്തിനാ? വിവാഹത്തിന് മുഖ്യമായൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശമാണ് പഞ്ചമഹായജ്ഞം ചെയ്യാനാണ് വിവാഹം എന്ന് പറഞ്ഞു പഠിച്ചേ. ഇത് 101 പ്രാവശ്യമൊക്കെ ഉണ്ടല്ലോ, ഇമ്പോസിഷൻ കൊടുക്കണം. 5 യജ്ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ സാധ്യമല്ല. ഒരു ആൺകുട്ടിയോടൊപ്പം ഒരു പെൺകുട്ടി വേണം, ഒരു പെൺകുഞ്ഞ് വേണം. ആണിനും പെണ്ണിനും ഒരുമിച്ച് ചേർന്നാൽ മാത്രമാണ് പഞ്ചമഹായജ്ഞത്തെ അതിന്റെ സമ്പന്നതയിൽ ചെയ്യാൻ പറ്റൂ. ഒറ്റയ്ക്ക് സാധ്യമല്ല. അതുകൊണ്ട് വിവാഹം കഴിക്കുന്നത് ഉറപ്പിച്ച് മനസ്സിലാക്കണം. പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യാനും എനിക്ക് 5 ഘട്ടങ്ങളുണ്ട് എന്നും 5 ഘട്ടങ്ങൾ ഞാൻ പൂർത്തീകരിക്കണമെങ്കിൽ നിർബന്ധമായി ഞാൻ വിവാഹം കഴിക്കണമെന്നും, അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കണം. ഇത് ഞാൻ പറഞ്ഞതല്ല. വിവാഹത്തിന്റെ കതിർമണ്ഡപത്തിൽ നിൽക്കുമ്പോൾ അവിടെ ചെല്ലുന്ന മന്ത്രങ്ങളിൽ പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഉമാമഹേശ്വര സങ്കല്പത്തിലോ ലക്ഷ്മീനാരായണ സങ്കല്പത്തിലോ നാം വിവാഹം കഴിക്കുമ്പോൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിച്ചു കൊള്ളാമെന്ന്. ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? പ്രായശ്ചിത്തം. സന്തോഷം ഉണ്ടാവുമെന്ന് വിചാരിച്ച് ചെയ്യുന്നതൊക്കെ ദുഃഖത്തിലാ കലാശിക്കുന്നത്. 5 യജ്ഞങ്ങൾ നിർബന്ധപൂർവം ചെയ്യണം. ഇത് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ട് ദയവ് ചെയ്ത് വിവാഹം കഴിപ്പിക്കണം. ഒരു 2 കൊല്ലം വൈകിക്കോട്ടെ, സന്തോഷത്തോടെ ജീവിച്ചു. കേരളത്തിലെ ഡിവോഴ്സ് റേറ്റ് 38% മറക്കരുത്. കേരളത്തിന്റെ ഭാരതത്തിന്റെ നിയമ സംവിധാനത്തിൽ വിശ്വാസമുണ്ടായി
കോടതി വ്യവഹാരത്തിലൂടെ 38% പേര് ഇന്ന് ഡിവോഴ്സാണ്. 100 വിവാഹം നടന്നാൽ 38 പേര് വേർപിരിയാണ്. എന്തിന്റെ കുറവാണ് നമുക്ക്? വിദ്യാഭ്യാസമുണ്ട്, ബഹുഭാഷകൾ അറിയാം, നമ്മുടെ കയ്യിൽ 1, 2, 3 മൊബൈൽ ഫോൺ ഉണ്ട്, എല്ലാവരും യൂട്യൂബ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക് എന്തൊക്കെയുണ്ട് അതിലൊക്കെയുണ്ട്. നമുക്കൊക്കെ ശീലീകരിച്ച മുറിയുണ്ട്, വേഗത്തിലോടുന്ന വാഹനങ്ങളുണ്ട്, പണം സർവത്ര പണം, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷെ 2 പേർക്ക് ഒരുമിച്ച് ജീവിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ 2 എണ്ണത്തിൽ ഈ അച്ഛനും അമ്മയും വളർത്തിയുണ്ടാക്കിയത്? നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങൾക്ക് വിവാഹം കഴിപ്പിക്കുമ്പോൾ ഇതിനാണ് വിവാഹം എന്ന് പറഞ്ഞ് പഠിപ്പിക്കണ്ടേ? ബാധ്യതയില്ലേ അച്ഛനമ്മമാർക്ക്? കുഞ്ഞുണ്ണി മാഷിന്റെ വീടിന്റെ അടുത്താ എന്റെ വീട്. ഓക്കെ, കുഞ്ഞുണ്ണി മാഷ് വിവാഹം എന്നതിനൊരു നിർവചനം പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷ് പറയാണ്, പറയാതറിയാൻ അറിയാമോ എന്ന് പറഞ്ഞേ. പറയാതറിയാൻ അറിയാമോ, ഇതാണ് വിവാഹം. ഒരാൾ പറയാതെ മറ്റൊരാളുടെ മനോഗതിയും മനോവിചാരവും മനോവികാരവും മനസ്സിലാക്കാനുള്ള ഉയർച്ച നമ്മുടെ മക്കൾക്കാകുമ്പോൾ, ആൺപെൺ വ്യത്യാസമില്ലാതെ നമ്മുടെ മക്കളെ അത്രത്തോളം നമ്മൾ വളർത്തിയിരുന്നുവെങ്കിൽ, ഉയർത്തിയിരുന്നുവെങ്കിൽ അതിന്റെ പേരാ സുഹൃത്തെ വിവാഹം. നമ്മുടെ മക്കളെ ഒരു ചെറിയ വൃത്തത്തിൽ നിൽക്കുന്ന നമ്മുടെ മക്കൾ വിശാലമായ ഒരു വൃത്തത്തിലേക്ക് കാലെടുത്തു വെക്കുന്നതാണ് വിവാഹം. എന്നിൽ നിന്ന് നമ്മളിലേക്ക് വികസിക്കുന്നതിന്റെ പേരാണ് വിവാഹം. ഇത്രയും കാലം ഞാൻ, എൻ്റെ, എനിക്ക് എന്ന് പറഞ്ഞ ഒരാൾ നാം, നമ്മൾ, നമുക്ക് എന്ന് പറയാനുള്ള മാനസിക വികാസം മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് വിവാഹം കഴിപ്പിക്കുക. ദയവ് ചെയ്ത് ഇത് അച്ഛനമ്മമാരുടെ ധർമ്മമാണ്. അവർ പഠിപ്പിക്കണം. ഇതൊരു ദിവസം കൊണ്ട് പഠിപ്പിക്കേണ്ടതല്ല. ചിലത് നമ്മുടെ ജീവിതത്തിലൂടെ അവർ കണ്ടു പഠിക്കണം, ചിലത് ജീവിതത്തിൽ കേട്ടു പഠിക്കണം, ചിലത് വായിച്ചു പഠിക്കണം, ചിലത് ബ്രഹ്മചാരി കൂട്ടുകാരിൽ നിന്ന് പഠിക്കണം, ചിലത് കാലക്രമേണ കാലക്രമത്തിൽ പഠിക്കണം. പക്ഷെ അവശ്യം വേണ്ട ചില അറിവ് അച്ഛനമ്മമാർ കൊടുക്കണം. ഈ പറയാതറിയാൻ അറിയാമെന്ന് ഞാൻ പറഞ്ഞപ്പോ പലരും ഇവിടെ ആലോചിച്ചത്, ഇവിടെ പറഞ്ഞിട്ട് തന്നെ മനസ്സിലാവില്ല, എന്നിട്ടാണ് ഇനിയിപ്പോ പറയാതറിയാൻ അറിയാമോ. 3 ദിവസമായി ആ മനുഷ്യനോട് പഞ്ചസാര തീർന്നു എന്ന് പറയുന്നത്, ഇയാളൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. ആ ബാത്റൂമിലെ പൈപ്പ് പൊട്ടി വെള്ളം പോയി തുടങ്ങിയിട്ട് 4 ദിവസമായി. ഒരു പ്ലംബറോടൊന്ന് വന്നത് ശരിയാക്കാൻ പറഞ്ഞിട്ട് ഇയാൾക്കിത് കേട്ട ഭാവമില്ല. പറഞ്ഞിട്ട് തന്നെ മനസ്സിലാകാത്ത ഇയാളെയാണോ പറയാതറിയാൻ അറിയാമോ? വിവാഹം 5 യജ്ഞങ്ങൾ വിധി അനുസരിച്ച് ചെയ്ത് ജീവിതത്തിൽ എന്നിൽ നിന്ന് നമ്മളിലേക്കുള്ള വിശാല വൃത്തത്തിലേക്കുള്ള കാൽവയ്പാണ് വിവാഹം. എപ്പോഴും ഇത് ഞാൻ പറഞ്ഞത് ഇഷ്ടമൊന്നാവില്ല, ഇതിനിപ്പോ പുതിയ തലമുറ തന്ത വൈബെന്നൊക്കെ പറയുക, എന്നാലും പറയട്ടെ, വിവാഹം കഴിഞ്ഞാൽ എപ്പോഴും ജീവിതം ഒരു സ്പിരിച്വൽ ലൈഫായിരിക്കണം. ഭൗതികത അധികകാലമൊന്നും സന്തോഷം തരില്ല. നാം ഇന്ന് സ്വപ്നം കാണുന്ന ഒരു ഭൗതികതയും ഭൗതിക സാഹചര്യവും നമുക്ക് സന്തോഷം തരുന്നേയില്ല. ആൺകുഞ്ഞും പെൺകുഞ്ഞും ജീവിതത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങളിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ ചെയ്യേണ്ട ഒരു കർമ്മം, പഞ്ചമഹായജ്ഞത്തിൽ ഒരു കാര്യം, ഒറ്റ കാര്യം. കാരണം 20 മണിക്കൂർ പറയേണ്ട ഒരു വിഷയമാണ് പഞ്ചമഹായജ്ഞം. 20 അത്ര ടക്തുണ്ട്. നമ്മുടെ ഈ പ്രീ മാരേജ് കോഴ്സ് ക്ലാസ്സുകളിലൊക്കെ 13 വർഷമായിട്ട് ഞാൻ പോയി എടുക്കുന്നതാണ്. ക്രിസ്ത്യൻ പള്ളികളിൽ ധാരാളം പോയി എടുത്തിട്ടുണ്ട് ഇതേ വിഷയം. വാക്കുകളൊക്കെ ചെറുതായിട്ട് മാറ്റുന്നേ ഉള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് പഠിക്കണേ. ഇത് ഞാൻ പുതിയതുണ്ടാക്കിയതല്ല. ഇത് തൈത്തീരിയോപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്തിൽ ഋഷി തന്റെ ശിഷ്യനെ പഠിപ്പിക്കുന്ന മന്ത്രങ്ങളുണ്ട്. വിദ്യ കഴിഞ്ഞ് വീട്ടിലേക്ക് വിവാഹം കഴിക്കാൻ പോകുന്നവനുള്ള ഉപദേശമാണ്. ആ ഉപദേശത്തിൽ പറയുന്നുണ്ട്, ദേവ പിതൃ കാര്യാഭ്യാന പ്രമതിതവ്യം എന്നൊക്കെ തൈത്തീര്യത്തിലുണ്ട്. ഞാൻ ഉണ പറഞ്ഞൊന്നുമല്ല. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ChatGPT ഉണ്ടോ? അതിൽ തൈത്തീരിയോപനിഷത്ത് അടിച്ചു കൊടുക്കൂ. ഞാൻ ഈ പറഞ്ഞ മന്ത്രങ്ങളൊക്കെ കിടക്കിടക്കിടെന്ന് പറഞ്ഞ് വരുന്നതാണ്.
തൈത്തീരിയത്തിന്റെ നിർദ്ദേശമാണ് വിവാഹം 5 യജ്ഞങ്ങൾ ചെയ്യണം. ആ 5 യജ്ഞങ്ങളിൽ ഒന്നാമത്തതും പ്രധാനപ്പെട്ടതുമായ ഒരു യജ്ഞം പറയട്ടെ. ആ യജ്ഞമാണ് ദേവയജ്ഞം എന്നുള്ളത്. ദേവയജ്ഞം ചെയ്യണം. വിവാഹം കഴിക്കുന്നെങ്കിൽ ദേവയജ്ഞം ചെയ്യണം. മാത്രമല്ല, ഈ വിവാഹം കഴിച്ച എല്ലാവരും പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 2 പേരും കൂടി ഞങ്ങൾ ഇങ്ങനെ ചെയ്തു കൊള്ളാമെന്ന് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതേപോലെ ചെയ്തതാ. ഓർമ്മയുണ്ടോ? എപ്പോഴാണ്? ഇല്ല. അത് ആ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ പലതും മറന്നുപോയിട്ടുണ്ട്. ഈ 2ാമത്തെ സാരി ഉണ്ടല്ലോ, അതെപ്പോഴാ ചുറ്റിയ? 2ാം സാരി, 1ാം സാരി കഴിഞ്ഞിട്ട്. അതെ, അതെപ്പോഴാ അതിന്റെ സമയം? ഈ വരന്റെ വീട്ടിലേക്ക് പെൺകുട്ടി കയറി ചെന്നാ വിളക്കൊക്കെ പിടിച്ച് ഒക്കെ ഒന്ന് ആലോചിച്ച് വെക്കേ അല്ലേ? സുന്ദര മുഹൂർത്തങ്ങൾ ഒരിക്കലും ഉണ്ടാവുള്ളൂ. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെയൊക്കെ വിവാഹമാണോ കഴിഞ്ഞത്, കല്യാണമാണോ കഴിഞ്ഞത്? എന്താ കഴിഞ്ഞത്? വിവാഹമാണോ കല്യാണമാണോ? രണ്ടെന്ന് പറയുന്നത്, രണ്ടും രണ്ടാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളം. പലരുടെയും കല്യാണം അന്ന് തീർന്നതാണ്. എന്ന് കല്യാണം കഴിഞ്ഞു ഒരു പറിച്ചത കഷ്ടം തോന്നലുണ്ട. ജീവിതത്തിൽ എല്ലാ കല്യാണവും തീർന്നു വന്നു, ഇനി ഒരു മംഗളവും ഇല്ല. അന്ന് തീർന്നതാ സന്തോഷം. അതുകൊണ്ട് ദയവ് ചെയ്ത് കല്യാണം കഴിഞ്ഞു പറയരുത്. എന്നും കല്യാണമായിരിക്കണം, എന്നും മംഗളമായിരിക്കണം, എന്നും നല്ലതുണ്ടായിരിക്കണം, എന്നും ശുഭകരമായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം, എന്നും ഫ്രഷ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാം പുതിയതായിരിക്കണം. വിവാഹം കഴിഞ്ഞു എന്ന് പറയണം. ചിലപ്പോഴത്തെ ഈ ഗുളികൻ അങ്ങോട്ട് തട്ടിയിട്ടേ കല്യാണം കഴിഞ്ഞു. കഴിഞ്ഞു. അമ്മ പറഞ്ഞു, എന്താ ഈ മോളുടെ കാര്യം? അവളെ കല്യാണമൊക്കെ കഴിഞ്ഞു. അവളെ കല്യാണം കഴിഞ്ഞു, അവളെ ഇടുന്ന കാര്യ എല്ലാ മംഗളവും തീർന്നു. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞു എന്ന് പറയരുത്. വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിവാഹം കഴിഞ്ഞു എന്ന് പറയണം. കല്യാണം കഴിയരുത്, എന്നും കല്യാണമായിരിക്കട്ടെ. നിൽക്കട്ടെ. ഈ പെൺകുട്ടി 2ാം സാരിയൊക്കെ ചുറ്റി. ഇന്ന് പൊതുവിൽ, ഇന്നില്ല കേട്ടോ, ഇന്നപ്പോ ചെറിയ മാറ്റമുണ്ട്. പൊതുവിൽ ഈ സ്ലിം ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്ലിം ബ്യൂട്ടി അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായി. മെലിച്ചൽ രോഗം അങ്ങനെ കേട്ടിട്ടുണ്ടോ? അതൊരു മെലിച്ചൽ രോഗമാണ്, സ്ലിം ബ്യൂട്ടി എന്നല്ല. ഈ മെലിഞ്ഞാൽ സൗന്ദര്യം ഉണ്ടാവുന്നൊക്കെ ഈ യുക്താമുഖി, മാനുഷി ചില്ലർ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? മാനുഷി ചില്ലറെ മനസ്സിലായി? വിശ്വസുന്ദരി. ശരി. അതിലൊരു സുന്ദരി മെലിച്ച രോഗത്തിൽ നിന്നാണ് തീർന്നു. വിറ്റാമിൻസ് ജീവിതത്തിൽ ഇല്ലാണ്ട് ഇങ്ങനെയാണ് 2 വരലോണ്ടൊക്കെ അവർ ഭക്ഷണം കഴിക്കുക. കണ്ടിട്ടില്ലേ? നിനക്ക് ഒരു കർച്ചീഫ് കൂടി ഉണ്ടാവും വലത് കഴിക്കുന്നത്. എന്തൊരു രസമാണ്, നിങ്ങൾ കാണേണ്ടതാണ് ഭക്ഷണം കഴിക്കണത്. അത് നിൽക്കട്ടെ. ഈ പെൺകുട്ടി 2ാം സാരി ഒരു 1.5 കിലോ വെയിറ്റിംഗിൽ ആ സാരിക്ക് ഉണ്ടാവും. സ്ലിം ബ്യൂട്ടിയാണ് ഞാൻ മറക്കരുത്. ആ കുഞ്ഞാ സാരിയൊക്കെ കൊടുത്ത് അപ്പൊ തന്നെ നിൽക്കാൻ പറ്റുന്നില്ല. ധാരാളം ആഭരണങ്ങളൊക്കെ ധരിച്ചു. ഇപ്പൊ വലിയ ആക്രാന്തമൊന്നും ആഭരണത്തിലില്ല. കൂടുവോ നോക്കിയിരിക്കുകയാണ്. ഏതായാലും ആഭരണമൊക്കെ ധരിച്ച് ആ പടിയിൽ അവിടേക്ക് കയറാൻ നിൽക്കുക. എല്ലാവരും ചുറ്റുമുണ്ട്. തുടിക്കുന്ന മനസ്സോടെ. ഇപ്പൊ എല്ലാവരും ഒരാളെയല്ലേ ശ്രദ്ധിക്കണത്. എല്ലാവരും ആ ശ്രദ്ധ ഏറ്റുവാങ്ങിയ ആൾക്കാരല്ലേ. അതുകൊണ്ട് വേറൊരാൾ കയറുമ്പോൾ ഒരു കുശുമ്പൊക്കെ ഉണ്ടാവും. എന്നാലും ഈ കയറാൻ വേണ്ടി നിൽക്കുമ്പോ ഒരു 3-4 കിലോ വെയിറ്റ് ഉള്ള ഒരു വിളക്കെടുത്താൽ കുഞ്ഞിന്റെ കയ്യിലാ കൊടുക്കും. പിന്നെ കാട്ട സ്ലിം ബ്യൂട്ടി മറക്കരുത്. അപ്പോ ആ വിളക്ക് കൊടുത്തു. ആ വിളക്കിലോ 1/2 കിലോ എണ്ണെങ്കിലും ഒഴിച്ചിട്ടുണ്ടാവും. അടുത്തത് അതിലുണ്ടല്ലോ ഇത്രയും വന്നൊരു തിരി എത്രയുണ്ടാവും? നീളം ഇത്ര ഉണ്ടാവുള്ളൂ. കാരണം ആ എണ്ണയൊന്ന് അനങ്ങിയ തിരി ഇറങ്ങിപ്പോയി അത് കിടന്നോ. ആരായിരിക്കും വിളക്ക് തയ്യാറാക്കിയിട്ടുണ്ടാവുക? എന്താ ചിരിക്കുന്നത്? ആരായിരിക്കും ഈ ചിരിക്കുന്നവർക്കൊക്കെ മക്കളുണ്ടാവും. എന്താ? ഞാൻ ഈ കാര്യം കാസർഗോഡ് ചോദിച്ചു, ബന്തെടുക്ക. അവിടെയും ചിരിച്ചു. തിരുവനന്തപുരത്ത് മാണിനാട് ക്ഷേത്രത്തിന് ചോദിച്ചു, അവിടെയും ചിരിച്ചു.
ഇവിടെയും ചിരിക്കുന്നു. അപ്പൊ ആരായിരിക്കും തയ്യാറാക്കിയിട്ടുണ്ടാവുക? ആരും ആവട്ടെ, ഇത് കെട്ടുപോയിട്ട് വേണം പിന്നെ തുടങ്ങാൻ. ദയവ് ചെയ്ത് ആ കുഞ്ഞിനെ നോക്കുക, അതിനെടുക്കാൻ പറ്റണ ഒരു വിളക്ക് മതി. കൊടുങ്കാറ്റടിച്ചാൽ പോലും കെടാത്ത തരത്തിൽ ഒരു തിരി സജ്ജീകരിച്ചു വെക്കണം. അതിൽ ഇത്രയൊന്നും എണ്ണയുടെ ആവശ്യമില്ല. അതിന്റെ ഉദ്ദേശം ഇത്രയല്ലേ ഉള്ളൂ. നിൽക്കട്ടെ, ഏതായാലും ആ കുഞ്ഞ് വിളക്കൊക്കെ പിടിച്ച് കയറാൻ നിൽക്കുകയാണ്. അപ്പോ പടി, ഒന്നാമത്തെ പടി സാധാരണ 6 ഇഞ്ച് ഉയരാണ് ഒരു പടിക്ക് പാടുള്ളൂ എന്നാണ്. എത്ര? നമ്മുടെ പടിയൊക്കെ ഉണ്ടല്ലോ ഒരടി നീളക്കിയാണ്. ഈ കുഞ്ഞിന് ഈ സാരിയൊക്കെ ആദ്യമായിട്ട് കൊടുത്തതാ പാവ. ഇതിന് കാലൊന്നും പൊക്കി അങ്ങോട്ട് കയറാൻ പറ്റണ്ടേ? അപ്പോഴാ ഒരാള് പറഞ്ഞത് ആ സാരി നോക്കി കൊടുത്തു. അപ്പൊ ആരോ വന്നിട്ട് ആ സാരിയുടെ ഒരൊറ്റത്തിൽ പൊക്കി കൊടുത്തത്. കാരണം എന്താ കയറ്റി വെക്കണ്ടേ? അത് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. നിങ്ങൾ എന്റെ നാട്ടിൽ വരാം, ഞാൻ കാണാൻ പോയി നിൽക്കാറുണ്ട്. കണ്ടിട്ട് വേണം എന്തെങ്കിലുമൊക്കെ കിട്ടാൻ. അപ്പൊ ആരോ പൊക്കി കൊടുത്ത കുഞ്ഞ് കാലെടുത്ത വശം ഒരു അശരീരി കേട്ടു, സ്മൈൽ പ്ലീസ്. അതാരാ? ഇപ്പൊ ഇയാളാണ് ഇപ്പൊ എല്ലാം തീരുമാനിക്കുന്നത്. ഇപ്പൊ നമുക്ക് പൂജകരില്ല, പിന്നെന്താ, ആരുമില്ല. ഇപ്പൊ ആള് തീരുമാനിക്കും സ്മൈൽ പ്ലീസ്. ആ കുഞ്ഞിനെ സംബന്ധിച്ച് ജീവിതത്തിലെ ആദ്യത്തെയും ചിരിയാണത്, അല്ലേ? അപ്പൊ അതവരുടെ ആത്മാർത്ഥമായിട്ട് ചിരിക്കണം. പിന്നെ ഇനി ഇങ്ങനെ ചിരിക്കാൻ പറ്റുമോ? 2-3 മാസമൊക്കെ പറ്റിയിരിക്കും. ഏതായാലും ആ കുഞ്ഞ് കയറി, വരനും കയറി. ഈ വിളക്കുണ്ടല്ലോ ഒരിടത്ത് കൊണ്ടുവച്ചു. ഇത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പാലും പഴമൊക്കെ കഴിക്കും. ഇവിടെ ഇല്ല അങ്ങനെ പാലും, അതൊക്കെ ഓർമ്മയുണ്ട് അല്ലേ? ഇങ്ങോട്ട് തരാവുന്നതൊക്കെ ഓർമ്മയുണ്ട് അല്ലേ? ഈ വിളക്ക് അവിടെ വെച്ചിട്ടേ വധൂവരന്മാരുടെ ഒരു പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞയിൽ അവർ പറഞ്ഞു, വിളക്കാണ്, അഗ്നിയാണ്. അല്ലയോ ജാതവേദസേ അഗ്നേ, അങ്ങ് ഈ ലോകത്തിന് മുഴുവൻ വെളിച്ചം കൊടുക്കുന്ന ഒരു ഗൃഹത്തിന്റെ നാഥനാണ്. ഗൃഹനാഥൻ അഗ്നിയാണ്. നമ്മുടെ വീട്ടിലെ ഗൃഹനാഥൻ ആരാ? റേഷൻ കാർഡിൽ ആരാ? നമ്മളല്ലേ? ഈ മരിച്ചു പോകുന്നവരല്ല ഗൃഹനാഥ സങ്കല്പം. നമ്മളൊക്കെ പോയാലും എന്നും സ്ഥായിയായി നിലനിൽക്കുന്ന അഗ്നിയാണ് വീട്ടിലെ ഗൃഹനാഥൻ. അതുകൊണ്ട് അങ്ങയെ ഞങ്ങൾ ഗൃഹനാഥനായ അങ്ങയെ ഞങ്ങൾ എന്നും പൂജിച്ചു കൊള്ളാം. ഒന്നാമത്തെ പ്രതിജ്ഞ. 2, എല്ലാ ദിവസവും അങ്ങയെ ഞങ്ങൾ നമിച്ചു കൊള്ളാം. 2ാമത്തെ പ്രതിജ്ഞ. 3ാമത്തെ പ്രതിജ്ഞ, അല്ലയോ അങ്ങേ ലോകത്തിന് മുഴുവൻ വെളിച്ചം കൊടുക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമായി തീരണേ. 4ാമത്തെ പ്രതിജ്ഞ, അങ്ങ് അറിവാണ്, ജ്ഞാനമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അറിവായി ഭവിക്കണേ. എല്ലാ ദിവസവും ഞങ്ങൾ അഗ്നിക്രിയ, വിളക്ക് കൊളുത്തിക്കൊള്ളാമെന്ന്, ദേവകാര്യം ചെയ്തു കൊള്ളാമെന്ന്, അങ്ങയെ പ്രകീർത്തിച്ചു കൊള്ളാമെന്ന്, എല്ലാ ദിവസവും ഇഷ്ടദേവതയെ ഭജിച്ചു കൊള്ളാമെന്ന്, എല്ലാ ദിവസവും അഗ്നിക്രിയ ചെയ്യാമെന്ന് പറഞ്ഞ ആ പ്രതിജ്ഞയുടെ പേര് മറക്കരുത്. ഇതിന്റെ പേരാണ് ഗൃഹസ്ഥാശ്രമ പ്രവേശം. ആ കെട്ടിയപ്പോഴല്ല ഗൃഹസ്ഥാശ്രമിയായത്. ഈ പ്രതിജ്ഞയോടുകൂടി 2 പേരും ഗൃഹസ്ഥാശ്രമ ധർമ്മം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഇത് പ്രതിജ്ഞയാണ്. ചോദ്യം, വിവാഹം കഴിഞ്ഞ ആൺകുഞ്ഞിന്റെയും പെൺകുഞ്ഞിന്റെയും ബാധ്യതയാണ്, കടമയാണ് വിളക്ക് വെച്ച് നാമം ജപിക്കുക എന്നത്. ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ട്. പ്രായശ്ചിത്തം കുറച്ചൊന്നുമല്ല ചെയ്യേണ്ടി വരും. ജീവിതത്തിൽ കണ്ണീരും വിഷമങ്ങളും രോഗാദി പീഡകളും സങ്കടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും സർവ്വതും പേറി ജീവിക്കുന്നതിനൊരൊറ്റ കാരണമുള്ള. നിങ്ങളൊരു ജ്യോതിഷിയെ പോയി കണ്ടാൽ കുറച്ചൊന്നല്ല ചാർത്ത് കിട്ടുക. ഏതൊന്ന് ചെയ്യാമെന്ന് പറഞ്ഞാണോ അഗ്നിസാക്ഷിയായി നമ്മൾ പ്രതിജ്ഞ ചെയ്ത് ഈ ഗൃഹസ്ഥാശ്രമ ധർമ്മം സ്വീകരിച്ചത്, അതിലൊന്നാമത്തേതാണ് ഈ അഗ്നിക്രിയയും വിളക്ക് കൊടുത്തലും നാമജപവും. 2ഉം അത് ചെയ്യേണ്ടത് വീണ്ടും പറയട്ടെ, ഇനി നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ഇത് നാമം ചൊല്ലേണ്ടതും വിളക്ക് കൊടുത്തേണ്ടതും കുട്ടികളുടെ പണിയല്ല. ഇതാരുടെ പണിയാ? വിവാഹം കഴിച്ചവരുടെ പണിയാണ്. ഗൃഹസ്ഥാശ്രമിയുടെ ധർമ്മമാണ് വിളക്ക് കൊടുത്ത നാമം ജപിക്കുക. പിന്നെ അച്ഛനും അമ്മയും അത് ചെയ്താൽ കുഞ്ഞുങ്ങൾ കണ്ട് 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 അവർക്കത് ശീലമാവും. കുഞ്ഞുങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അവർ
അനുകരിക്കുന്നവരാണ്, അനുസരിക്കുന്നവരല്ല. എന്താ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത? അവർ അനുകരിക്കുന്നവരാണ്, അനുസരിക്കുന്നവരല്ല. ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ 2ാം ക്ലാസ്സുകാരിയുടെ പിറന്നാളാണ്. അവൾ നല്ല ചുരിദാറൊക്കെ ഇട്ട്, ഷാള് 2ാം ക്ലാസ്സുകാരി ചുരിദാർ, ഞാൻ പറഞ്ഞ 2010 കാര്യമാണ്. അന്ന് ഈ ചുരിദാറാണ് അന്നത്തെ നല്ല വേഷം. അന്നും ഇന്നും സഭ്യമായ സുന്ദരമായ വേഷമാണ് ചുരിദാർ. ഈ വേഷം ധരിച്ച് കുഞ്ഞ് വരുമ്പോ ഞാൻ കാണുകയാണ്. അപ്പൊ അത് യൂണിഫോം ഒക്കെ ഉണ്ട്. അപ്പൊ ഈ പിറന്നാളുകാർക്ക് യൂണിഫോം ഇല്ല. അപ്പൊ മനോഹരമായി അവളവളുടെ തലമുടിയൊക്കെ ഇങ്ങനെ കൊട്ടക്കാവടി പോലെ ഇങ്ങനെ 2 ഇങ്ങനെ ഇരിക്കും. വരുന്നത് കാണാൻ ഒരു കലയാണ്. നല്ല സുന്ദരമായ ചിത്രശലഭം ആ പൂക്കളുടെ ഇടയിലൂടെ പോകുന്നത് പോലെ വർണ്ണാഭമായ നിറങ്ങളുള്ള ആ വസ്ത്രം ധരിച്ചവൾ പുഞ്ചിരി തൂകി കയറി വരുന്ന ഞാൻ മുകളിൽ നിന്ന് കണ്ടു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ കുഞ്ഞിനൊരു ഷാള് കൊടുത്തിട്ടുണ്ട്. 2ാം ക്ലാസ്സുകാരിക്ക് എന്തിനാ ഷാള്? പക്ഷെ എന്താണെന്നറിയില്ല, അവളൊന്ന് ഷാളൊക്കെ ഇട്ടു. വീണ്ടും എന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് അവൾ ആ ഷാള് ഇടുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇടത് കൈ കൊണ്ട് വലത് ഭാഗത്തേക്ക്, വലത് കൈ കൊണ്ട് ഇടത് ഭാഗത്തേക്ക് എന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് അവൾ ഒരു വലിയ ഇവളെന്തിനങ്ങനെ വലിച്ചിട്ടുണ്ടാവുക? ഞാൻ അവളുടെ അടുത്ത് ചെന്നിട്ട് ഷാള് നോക്കട്ടെ, സാർ ആ കൊള്ളാലോ, ഇട്ട് കാണട്ടെ. വീണ്ടും അങ്ങോട്ട് ഇട്ടു, ഇങ്ങോട്ട് ഇട്ടു, ഒരു മിനി. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പോൾ എന്തിനാ വലിച്ചേ? നിഷ്കളങ്കമായ ചുണ്ടുകൾ വിടർത്തിയ കുഞ്ഞെന്താ പറഞ്ഞെന്നറിയോ? അമ്മ വലിക്കാറുണ്ട് സർ. അമ്മ വലിച്ചതിന്റെ ഉദ്ദേശം അമ്മയ്ക്കറിയാം. പെൺകുഞ്ഞുങ്ങൾ വളർന്നു തുടങ്ങുമ്പോൾ അച്ഛനമ്മമാർ മക്കളെ പഠിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു അത്. ഷാളില്ലാത്ത സമയത്ത് നോട്ട് പുസ്തകം ഇങ്ങനെ പിടിച്ചു നടക്കും. അതങ്ങനെയല്ല, എല്ലാം ഒരേ പാറ്റേണാണ്. എല്ലാവരും പുസ്തകം എങ്ങനെയാ? ആ ഷാളിന് പകരമാണ്. പക്ഷെ ഈ കുഞ്ഞ് എന്തുകൊണ്ട് അത് ചെയ്യും? കുഞ്ഞുങ്ങൾ അനുകരിക്കുന്നവരാണ്, അനുസരിക്കുന്നവരല്ല. എറണാകുളം ഭാഗത്തൊക്കെ പോയാൽ എല്ലാവരും ലിപ്സ്റ്റിക് ഇട്ടു, പച്ച, മഞ്ഞ, കട്ടും നീല, കട്ടും ചുവപ്പ്, ഇങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ കാണും. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഇന്ത്യൻ പാർലമെന്റിൽ അങ്ങനെ വല്ല എല്ലാ സ്ത്രീകളും ലിപ്സ്റ്റിക് ഇടുന്ന അങ്ങനെ വല്ല പ്രമേയം പാസ്സാക്കിയിട്ടില്ല. നിയമസഭയിലും ഇല്ല. ഇനി പഞ്ചായത്തിൽ നിന്ന് അങ്ങനെ വല്ലതുണ്ടോ? അതുമില്ല. വില്ലേജിൽ നിന്നുമില്ല. ഇതെന്തേ ഇങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നത്? അപ്പോഴാ മനസ്സിലായത് ഇത് ഈ സൗന്ദര്യത്തിന്റെ ലക്ഷണമാണെന്നും സൗന്ദര്യമുള്ളവരെല്ലാം ഇത് ഇടുന്നുണ്ടെന്നും എന്റെ മനസ്സിലുള്ള സൗന്ദര്യധാമങ്ങളായ സിനിമാ നടിമാരും ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്ന 7 സ്റ്റെപ്പൊക്കെ കുത്തിയിട്ടുള്ളവരുമൊക്കെ ഇതിങ്ങനെ ഇട്ടത് കൊണ്ട് നമ്മളിത് കണ്ട് നമ്മളത് അനുകരിച്ചു. കരുതിട്ടാൽ എനിക്ക് സൗന്ദര്യമുണ്ടാകുമെന്നൊരു മിഥ്യാധാരണയോ ശരിയായ ധാരണയോ ആവട്ടെ ഇട്ടു. കാരണം ലിപ്സ്റ്റിക് ഇട്ടത് ഒരു പ്രമേയം കൊണ്ടുമല്ല, നമ്മൾ അനുകരിച്ചതാണ്, അനുസരിച്ചതല്ല. ശരിയല്ലേ? അപ്പോൾ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വിവാഹം കഴിഞ്ഞ ആ സമയം മുതൽ നമ്മൾ കൃത്യമായി വിളക്ക് വെച്ച് ഇഷ്ടദേവതാ നാമം ജപിച്ചാൽ നമ്മുടെ മക്കൾ മലർന്നു കിടക്കുന്ന പ്രായത്തിൽ, വേണ്ട അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ആ കാലം ഉണ്ടല്ലോ, എത്ര മാസം? 10 മാസം. 10 മാസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ് എന്ന് പറഞ്ഞു? ലേലം വിളി തുടങ്ങിക്കോട്ടെ. 10 മാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദുക്കളായതുകൊണ്ടാണ് ലേലം വിളി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. മറ്റുള്ളവർക്കൊക്കെ അത് ധാരണയുണ്ട്. പറഞ്ഞോളൂ. 10 മാസം 1 ഇനി അടുത്തത്. വിവാഹം കഴിപ്പിച്ചൊരു കുഞ്ഞിനെ പറഞ്ഞയച്ചാൽ പോലും നമ്മളിത് പഠിപ്പിക്കും. നമ്മൾ ആകെ പഠിപ്പിക്കണമെന്നല്ലോ, ചെല്ലുമ്പോ തൊട്ട് നീ എന്തെങ്കിലും ഉണ്ടായി എനിക്കൊരു മിസ് കോൾ, ഇതൊക്കെ പറഞ്ഞ് ഒരു സ്ത്രീയുടെ ജീവിത ചക്രം 27 ദിവസമാണ്. 27 ദിവസം പൂർത്തിയായാൽ 28ാമത്തെ ദിവസം അണ്ടം വിസർജിച്ചു പോകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ 27 ഒരു സ്ത്രീയെ സംബന്ധിച്ച് ജീവിത ചക്രമാണ്. 10 മാസം 10 ദിവസം 10 നാഴിക 10 വിനാഴിക, ഇതാണ് പ്രസവകാലം. അതുകൊണ്ട്
10 മാസം എന്ന് പറഞ്ഞാൽ 27 ഗുണനം 10 സമം 270. 10 ദിവസം കൂടി അതിനോട് ചേർത്താൽ 280. അപ്പോൾ 10 മാസം എന്ന് പറഞ്ഞാൽ 280 ദിവസം എന്ന് പറഞ്ഞാൽ 10 മാസം എത്രയാ? നമ്മുടെ കാലണ്ടറിലെ 30 വെച്ച് 300 എന്ന് പറഞ്ഞു കളയുക. നമ്മുടെ ജീവിത ചക്രമാണ്, സ്ത്രീയുടെ ആർത്തവകാലമാണ് സൃഷ്ടിയുമായി ചേർന്നിട്ടുള്ള ജീവിത ചക്രം. ചന്ദ്രന്റെ 2 പക്ഷങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് 10 മാസം. ചന്ദ്രനാണ് സൃഷ്ടികാരകൻ, അതിനനുസരിച്ചാണ് സൃഷ്ടി. അപ്പോൾ ഈ 10 മാസം നമ്മുടെ വയറ്റിൽ കിടക്കുന്ന കാലം നമ്മൾ ഒരു സ്പിരിച്വൽ ലൈഫാണെങ്കിൽ നമ്മളുടെ വിചാരങ്ങളും നമ്മുടെ ചിന്തയും ഏത് തീവ്രവാദിയുടെ മകനെയും അമ്മയ്ക്ക് 10 മാസം കൊണ്ട് ദൈവത്വമുള്ളവരാക്കി മാറ്റാം. ഇതാണ് മാതൃമഹിമ, ഇതാണ് അമ്മയുടെ മഹത്വം എന്നൊക്കെ പറഞ്ഞാൽ ഈ 10 മാസം കൊണ്ട് ഹിരണ്യകശിപു എന്ന് പറയുന്ന ലോക തീവ്രവാദിയുടെ മകനെ പ്രഹ്ലാദനാക്കി മാറ്റിയ കയാതു എന്ന് പറയുന്ന ഒരു അമ്മ 10 മാസം ജീവിച്ചൊരു സ്പിരിച്വൽ ലൈഫ് ഉണ്ട്. ഭാഗവതം സപ്താഹം കഴിഞ്ഞേ ഉള്ളൂ. ആ ജീവിതചര്യ നിങ്ങൾ കേൾക്കണം. 19 കാര്യങ്ങൾ ഗർഭിണി ചെയ്യരുതെന്ന് ചരകൻ പറഞ്ഞിട്ടുണ്ട്. 19 കാര്യം ഒരു പെൺകുട്ടി ചെയ്താൽ കുഞ്ഞിന് ഇന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഒക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഒന്നും പഠിപ്പിക്കരുത്, വിവാഹം കഴിപ്പിച്ചയക്കും. നായ്ക്കളെക്കാളും മൃഗങ്ങളെക്കാളും കഷ്ടമായിട്ട് 2 എണ്ണം ജീവിക്കട്ടെ, എന്നിട്ട് 4 എണ്ണം ഉണ്ടാവട്ടെ, എന്നിട്ട് അതിനെ ചൊല്ലി വിഷമിക്കട്ടെ. നമുക്കൊരു വലിയ പാരമ്പര്യമില്ലേ സുഹൃത്തെ? ഇതൊക്കെ ഒന്ന് പഠിക്കണ്ടേ? കുറെ ഭൗതിക സാഹചര്യങ്ങളും കുറെ സമ്പത്തും ഉണ്ടാക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ 50% ആകുന്നു. 50% സ്പിരിച്വലാണ്. നമ്മുടെ ധർമ്മം, നമ്മുടെ ഗ്രന്ഥം, നമ്മുടെ പാരമ്പര്യം ദയവ് ചെയ്ത് നമ്മൾ പഠിക്കണം. ഇത് മക്കളെ പഠിപ്പിക്കണം. അത് പഠിപ്പിക്കാൻ ഈ 10 മാസം തൊട്ട് അച്ഛനും അമ്മയും ഭംഗിയായി നമ്മുടെ ഈ കർത്തവ്യം ചെയ്യണം. വിവാഹം കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ല തുടുത്ത യൗവനമുണ്ടോ? നല്ല പോലെ നാമം ജപിക്കണം, നാമം ജപിക്കണം, നാമം ജപിക്കണം. എത്ര കണ്ട് നാമം ജപിക്കുന്നുവോ അത്ര കണ്ട് നല്ലത്. മുടക്കരുത് നാമജപം, മുടക്കരുത്, മുടക്കരുത്, മുടക്കരുത്. ഈ മുടക്കം വന്നാലോ? അങ്ങനെ മുടക്കം വരില്ലെന്ന്. എങ്ങനെ മുടക്കം വരുന്നത്? ഹരിനാമകീർത്തനം ഒരിക്കലെങ്കിലും വായിച്ചവരുണ്ടാവുമല്ലോ. ഹരിനാമകീർത്തനത്തിൽ പറഞ്ഞു, ഋതുവായ പെണ്ണിനും ദാഹകനും പതിതനും ഹരിനാമകീർത്തനം ചൊല്ലൂ 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 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ചൊല്ലില്ല 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 എന്ന് പറഞ്ഞ് അങ്ങനെ തിരിഞ്ഞിരിക്കുക. എന്നിട്ട് കോണ്ടന്റിന് ഒരു കുറവില്ല. ഹരിനാമകീർത്തനം ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് ആർത്തവകാലീനയോട്. നമ്മുടെ ധർമ്മത്തിൽ ആർത്തവമുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ നാമം ജപിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. അഗ്നിക്രിയ ചെയ്യണ്ട, അഗ്നിയുടെ അടുത്ത് പോണ്ട, ക്ഷേത്രത്തിൽ പോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ നാമം ജപിക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഒരിടത്തിരുന്ന് ഏറ്റവും കൂടുതൽ നാമം ജപിക്കൂ. ഏറ്റവും കൂടുതൽ അബോധ മനസ്സ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ഈ ആർത്തവ സമയത്താണ്. ഈ മൂഡ് സ്വിങ്സ് ഇല്ലേ? ഈ മൂഡ് സ്വിങ്സ് കേട്ടില്ലേ? ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് ബോധതലത്തിലുള്ള ഒരു മാറ്റമല്ല, അബോധ തലത്തിന്റെ മാറ്റമാണ്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഇത് ബോധതലത്തിലല്ല, ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും ബോധതലത്തിലുമാണെങ്കിൽ MBBS-ഉം MD-യും കഴിഞ്ഞ ഗൈനോക്കോളജിസ്റ്റ് ആയ ഒരു സ്ത്രീക്ക് ഈ പ്രശ്നം ഉണ്ടാവരുത്. അവർ ഇത്രയും പഠിച്ചതല്ലേ, അവർക്കും ഉണ്ടല്ലോ ഈ മൂഡ് സ്വിങ്സ്. അപ്പൊ മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ അബോധ മനസ്സിന്റെ പ്രവൃത്തിയാണ്, ബോധ മനസ്സിന്റേതല്ല. ഇതൊരു ആൺകുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിക്കണ്ടേ? ആർത്തവവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയിൽ ഉണ്ടാകുന്ന വിചിത്രമായ ഉത്കണ്ഠയും അവരുടെ അതിവൈകാരികമായ എല്ലാ വികാരങ്ങളും എക്സ്ട്രീം ആയിരിക്കുന്ന സമയത്ത് അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ഈ വിചിത്രഭാവം ബോധതലത്തിൽ അവർ ചെയ്യുന്നതല്ല, ഇത് അബോധ മനസ്സ് ചെയ്യുന്നതാണ്. എന്റെ മോനെ എന്ന് പറഞ്ഞൊരു കുഞ്ഞിനെ വിവാഹം കഴിപ്പിച്ച ഒരു ആൺകുഞ്ഞിനെ വിവാഹം കഴിപ്പിക്കുമോ നമ്മൾ? അച്ഛൻ പറഞ്ഞു കൊടുക്കുമോ? അമ്മ പറഞ്ഞു കൊടുക്കുമോ? ആ പെൺകുഞ്ഞിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ സമയത്ത് അവളെ ചേർത്ത് പിടിക്കാൻ എന്റെ ആൺകുഞ്ഞിനെ ഞാൻ പഠിപ്പിക്കുമോ? പഠിപ്പിക്കണം. നമ്മൾ ജീവിക്കുന്നത് ഈ കാലത്താണ്. നമ്മുടെ മക്കളെ ഏറ്റവും നല്ല മക്കളായി നമ്മൾ വളർത്തണമെങ്കിൽ
ദയവ് ചെയ്ത് ഇന്നത്തെ കാലത്തിൽ നമ്മുടെ മക്കൾക്ക് നമ്മുടെ പാരമ്പര്യവും നമ്മുടെ സങ്കല്പവും നമ്മുടെ തനിമയും ഒക്കെ നാം പറഞ്ഞു കൊടുത്ത് ഈ കുഞ്ഞുങ്ങളെ വളർത്തണം, പറഞ്ഞു പഠിപ്പിക്കണം. അല്ല, അവരുടെ കയ്യിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഇല്ലേ? നോക്കൂ, അത് അക്കാദമിക്കാണ്, അത് പ്രാക്ടിക്കൽ അല്ല. ഈ അക്കാദമിക് നോളജും ജീവിതത്തിൽ ചെയ്യേണ്ട ആചരണങ്ങളും രണ്ടും രണ്ടാണ്. ഞാൻ എൻ്റെ ഒരു ഈ അടുത്ത് ഈ ഇരിങ്ങാലക്കുട എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഈ ഇരിങ്ങാലക്കുട ഞാനൊരു പ്രഭാഷണത്തിന് പോയി. ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ, 2 കഥ പറഞ്ഞ് കഴിഞ്ഞു കേട്ടോ, സമയം. അപ്പൊ അവിടെ ചെന്നപ്പോ ഒരമ്മ, പ്രഭാഷണമൊക്കെ കഴിഞ്ഞു, ഒരമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാർ, എൻ്റെ മകന് 29 വയസ്സുണ്ട്. അവന് പെണ്ണൊന്നും കിട്ടിയിട്ടില്ല. ഓ ശരി, സാറ് എല്ലായിടത്തും പോണതല്ലേ? അതെ. അവന് പറ്റിയ ഒരാളെ പിന്നെന്താ ശരിയാക്കാം സാറേ. അവന് 1,12,000 രൂപ ഫോട്ടോ എടുത്ത് അവന്റെ പേ സ്ലിപ്പ് കൊണ്ട് കിടക്കുക അമ്മ. അതായത് അവന് അത്രയും ശമ്പളമുണ്ട്. ആ കുഞ്ഞിന്റെ ഭാഗ്യാണ്, ഒരു പണിക്കും പോണ്ട, സുഖമായിട്ട് ജീവിക്കാം, എന്റെ മോൻ നല്ല മോനാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ അമ്മ പറയുകയാണ്. ആ പറയണ കൂട്ടത്തില് ഈ അമ്മ എന്നോട് പറഞ്ഞു, സാർ ഞാൻ ശരിയാക്കാം. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല കണ്ടീഷൻ ഉണ്ടോ? എന്തെങ്കിലും? ഒന്നുമില്ല. ശരി, ഒന്നുമില്ല എന്ന് പറഞ്ഞ പേടിക്കണം സത്യം. കാരണം ഒരു 5 മിനിറ്റ് നിന്ന ഒരു 500 കേട്ടാ, 5 മിനിറ്റ് നിൽക്കണം എന്ന് മാത്രം. അപ്പൊ ഞാൻ ശരിയെന്ന് പറഞ്ഞാൽ അല്ലല്ല സാർ, ഒറ്റ കാര്യം. അതെ, അവന്റെ സ്വഭാവം എനിക്കറിയാം. അവന്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റിയൊരു പെൺകുട്ടിയെ വേണം. ശരി. അവൻ രാവിലെ ജോലിക്ക് പോകുമ്പോൾ അവന് ഭക്ഷണമൊക്കെ ആക്കി കൊടുത്ത്, അവന്റെ യൂണിഫോം, അവന്റെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത്, അവനൊരു ചായയൊക്കെ കൊടുത്ത് അങ്ങനെ പറഞ്ഞേക്കാൻ പറ്റിയൊരു കുഞ്ഞ്. അവന്റെ കാര്യം നോക്കണം. ശരി ശരി. കഴിഞ്ഞോ? ഇല്ല, വൈകുന്നേരം അവൻ വരുമ്പോഴേ, അവൻ വരുമ്പോ തന്നെ ചായ വേണം സാർ, അല്ലെങ്കിൽ അവന്റെ തലവേദനയാണ്. പിന്നെ അവന് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ അവന്റെ കാര്യം നമുക്ക് മറ്റൊരു കുട്ടി. ശരി ശരി, ശരിയാക്കി തരാം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, അല്ല, നിങ്ങളുടെ കുഞ്ഞിന് എത്ര വയസ്സായി എന്നാ പറഞ്ഞേ? 29 വയസ്സ് സാർ. അപ്പൊ അവനൊരു 38 വയസ്സുള്ള ഒരു പെൺകുട്ടി അല്ലേ? 38? അതെ. അല്ല സാർ, അവന് 29 ആയിട്ടുള്ള. അതെ, 29 വയസ്സുള്ള നിങ്ങളുടെ മകനെ രാവിലെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് അവന് ചായ ഇട്ട് കൊടുത്ത് അവന് ഭക്ഷണം തയ്യാറാക്കി അവനെ ടാറ്റ കൊടുത്ത് വിട്ട് വൈകുന്നേരം വരെ കാത്തിരുന്ന് അവൻ വരുമ്പോൾ അവന് ചായ ഉണ്ടാക്കി കൊടുത്ത് അവന് ഭക്ഷണം കൊടുത്ത് അവനെ കുളിപ്പിച്ച് അവനെ താരാട്ട് പാട്ടി ഉറക്കാനുള്ള ഒരാളെയല്ലേ നിങ്ങൾക്ക് വേണ്ടത്? അല്ലേ? അതല്ലേ നിങ്ങളുടെ ആൺമക്കൾക്ക് വേണ്ടത്? അതിന് ഒരു 10-38 വയസ്സുള്ള ഒരാൾ വേണ്ടേ ശരിക്കും ഇവനെയൊക്കെ കൊണ്ട് നടക്കാൻ? അല്ലെ സാറേ, 23 വയസ്സ്. 23 വയസ്സുള്ള ഈ കുഞ്ഞ് മുട്ടാളനായ നിങ്ങളുടെ മകനെ കൊണ്ട് നടക്കണം അല്ലേ? നിങ്ങൾ പറ, ഈ അമ്മ പറഞ്ഞതിൽ എന്താ ന്യായം? ഞാൻ ഈ അമ്മയോട് ചോദിച്ചു, അമ്മ, ഈ പെൺകുട്ടികൾക്ക് ഒരു 27 ദിവസം കഴിഞ്ഞാൽ ഒരു ആർത്തവം ഉണ്ടാവും. അപ്പൊ അവൾക്ക് വലിയ വേദനകൾ ഉണ്ടെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് അവൾക്ക് എഴുന്നേക്കാൻ പറ്റാത്ത സമയത്ത് അവൾക്കൊരു കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കാൻ ഇവനെ അറിയോ? അയ്യോ, അവന് അടുക്കളക്കൊന്നും അറിയില്ല. അവനത് പറയും. അവന് 1,12,000 രൂപ ശമ്പളമുണ്ട്. അവന്റെ കയ്യിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ട്. ഒരമ്മ എന്ന നിലയിൽ എന്റെ മകൻ നാളെ ഒരു പെൺകുട്ടിയെ പോറ്റേണ്ടതാണെന്നും അവൻ അവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ഇതൊന്നും അടുക്കള കണ്ടിട്ടില്ല. അവനെയൊക്കെ അടുക്കളയെ കൊണ്ട് നിർത്തി വട്ടം തിരിച്ചാൽ പിന്നെ അവന് ഉമ്മറ ഏതാന്ന് പോലും തിരിച്ചറിയും. വഴി തെറ്റിക്കൂ. ഒന്നിനും കൊള്ളില്ലാത്ത ആൺമക്കളെ ദയവ് ചെയ്ത് വളർത്തരുത്. ദയവ്. ഇനി എന്റെ മുന്നിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞ ഒരു 45 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളുണ്ടെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരോട് പറയണത്. ഇവിടെ ഒരു 18, 20, 22 വയസ്സുള്ള പെൺകുട്ടികളോ ആൺകുട്ടികളോ ഉണ്ടെങ്കിൽ നിങ്ങളോടാ പറയുന്നത്, നമ്മൾ ഈ ആർത്തവത്തിൽ ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സിനേക്കാളും
ഏറ്റവും ഭയാനകരമായ ഒരു മാറ്റമുണ്ട് സ്ത്രീയിൽ. അതിന്റെ പേര് മെനോപോസ് എന്നാണ്. ആർത്തവത്തിലുണ്ടാകുന്ന മൂഡ് സ്വിങ്സ് അബോധതലത്തിലാണെങ്കിൽ അതിന്റെ എക്സ്ട്രീം ലെവൽ ഏതോ അതാണ് ഈ മെനോപോസ്. ഞാൻ വെറുതെ പറയല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സും സംഘർഷങ്ങളും കൊലപാതകങ്ങളും നടക്കുന്ന സ്ത്രീകളുടെ പ്രായം ഒരു 40, 45, 50 വയസ്സാണ്. 13 വയസ്സിൽ ആർത്തവകാലീനയായ ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് 45 വയസ്സിൽ അവർക്ക് മെനോപോസ് ഉണ്ടാകുമ്പോൾ 32 വർഷം, ഒരു വർഷത്തിൽ 13 14 തവണ, ആ 14 ഗുണനം 7 ദിവസം, ആ സ്ത്രീ ജീവിതത്തിൽ 2100 ദിവസം വേദന അനുഭവിക്കുന്ന ശരീരവുമായിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. വലിയ സംഘർഷമാണ്. ഈ 32 വർഷം 2100 ദിവസം അനുഭവിച്ച വേദന മുഴുവൻ ഒരു സുപ്രഭാതത്തിൽ നിൽക്കുക. ഈ ശരീരം ഇംബാലൻസിലാണ്. ഈ ശരീരത്തിന് ആ ജർക്ക് താങ്ങാൻ പറ്റില്ല. അബോധ മനസ്സിൽ ആ സ്ത്രീയിലുണ്ടാകുന്ന സംഘർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്താണ്. മെനോപോസിനോട് ചേർന്നിരിക്കുന്ന ആ അവസ്ഥയിൽ നീങ്ങുന്ന ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവുണ്ടെങ്കിൽ ആ ഭർത്താവിന് വലിയ കാര്യം ചെയ്യാനുണ്ട്. പല സ്ത്രീകളിലും സംശയ രോഗങ്ങൾ തുടങ്ങുന്നത് 18, 19, 26, 30 വയസ്സിലല്ല. അത് മെനോപോസിനോട് ചേർന്നാണ്. അവിടെയാണ് ഇന്നലകളിൽ കണ്ടതും കേട്ടതുമൊക്കെ അതുവരെ എന്നിലുണ്ടായിരുന്ന സ്ത്രീത്വം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നലിൽ കണ്ട സീരിയലും സിനിമയും ഇന്റർവ്യൂസും എല്ലാം ഉണ്ടാക്കിയെടുത്ത ഇന്നലകളിലെ വിചാരങ്ങളെല്ലാം കൊണ്ടു നടന്നാൽ അവർ വല്ലാത്ത നിരാശയിൽ പോകുന്നു. മാത്രമല്ല 10-ലധികം തവണയെങ്കിലും അവർ ആത്മഹത്യയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവും. ഈ സമയത്ത് എന്റെ അമ്മ എന്നോട് ദേഷ്യപ്പെടുകയാണെന്ന് ഒരു 20 വയസ്സുള്ള പെൺകുട്ടി ദയവ് ചെയ്ത് പറയരുത്. നിങ്ങളുടെ അമ്മയുടെ ആ മനസ്സ്, ആ ശരീരത്തിന്റെ വ്യതിയാനം മനസ്സിലാക്കാൻ, അബോധതലത്തിൽ ആ അമ്മയ്ക്കുണ്ടാകുന്ന ആ വിഷമത്തെ, പ്രശ്നത്തെ മനസ്സിലാക്കാൻ ഈ ആൺകുഞ്ഞിനും പെൺകുഞ്ഞിനും പറ്റണം. ഇതാരാ പഠിപ്പിക്കേണ്ടത്? എന്റെ അമ്മയ്ക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് എന്റെ അച്ഛൻ എന്റെ അമ്മയെ പരിചരിക്കുന്നത് ഞാൻ കാണണം. ഞാനീ പറയുന്നത് എനിക്ക് ഇഷ്ടാവില്ല എന്ന് എനിക്കറിയാം. ഒരു ആൺകുഞ്ഞ് പെൺകുഞ്ഞ് എന്നുള്ള നിലയ്ക്ക് എന്റെ 8, 10, 12, 15, 20 വയസ്സിൽ ആർത്തവകാലീനയായ അമ്മ വയ്യാതെ കിടക്കുമ്പോൾ എന്റെ അച്ഛൻ എന്റെ അമ്മയെ പരിചരിക്കുന്നത് ഞാൻ കാണണം. നീ അവിടെ കിടക്കൂ, അടുക്കള കാര്യമല്ലേ, ഞാൻ ചെയ്തോളാം. നിനക്ക് ചൂടുവെള്ളം വേണോ, ഒരു കട്ടൻ ചായ വേണോ, ഞാൻ വെച്ചു തരാം പറയുമോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ഇതൊന്നും കാണാതെ ജീവിച്ചാൽ ഈ ആൺകുഞ്ഞ്, അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുഞ്ഞിൽ ഒക്കെ ചീച്ചിയാണ്. നമ്മൾ ചീച്ചി അതുവരെ ചേർന്ന് നിന്ന് ഒരു പെൺകുട്ടിക്ക് ആർത്തവായി അപ്പൊക്കോ ഇങ്ങോട്ട് പോകണം, എവിടേക്ക് പോകണം? ചേർത്ത് പിടിക്കേണ്ട സമയത്ത് അകറ്റിക്കളയുക എന്നുള്ളൊരു പ്രശ്നം വന്നാൽ സ്ത്രീ മനസ്സ് ഒരിക്കൽ ഒരു പുരുഷനെ വെറുത്താൽ ഒരിക്കലും പിന്നെ ഇണങ്ങുമെന്ന് വിചാരിക്കരുത്, കിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ ഈ ഡിവോഴ്സ് കേസുകളൊക്കെ നമ്മൾ പറയുമ്പോൾ, നമ്മൾ പുതിയ തലമുറയെ വഴക്ക് പറയുമ്പോഴും അന്ന് നമുക്കുണ്ടായിരുന്ന പല വാല്യൂസും ഇന്നത്തെ ആൺകുഞ്ഞുങ്ങൾക്ക് കുറവാണ്. ശരീരത്തിന്റെ വൃത്തി, കുളിക്കുക ഇല്ല. കുളിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ആൺകുഞ്ഞുങ്ങൾ കുളിക്കും കേട്ടോ. കുളിക്കാൻ മടി എന്റെ നാട്ടിൽ കേട്ടോ, തൃശ്ശൂരൊക്കെ ഈ പെൺകുട്ടികളുണ്ടല്ലോ കുളിക്കും. ഇവിടെയൊക്കെ ഉണ്ടാവും, ഇവിടെയൊക്കെ നല്ല ആൾക്കാർ തന്നെ. നിങ്ങൾ എന്റെ നാട്ടിൽ വരാം. ഞാൻ +2 വരെയുള്ള ഒരു സ്കൂളിൽ ദീർഘകാലം ജോലി ചെയ്യുന്നത് കൊണ്ട് ഇവരൊക്കെ ഒന്ന് കുളിക്കുകയാണെങ്കിൽ
രാവിലെ തൊട്ട് അമ്മയും മോളും തമ്മിൽ യുദ്ധാണ്. ഒന്ന് കുളിക്കണേ, വൈകിട്ട് വിളിച്ചോളാം, വൈകിട്ടോ നാളെ വിളിച്ചോളാം, പിന്നെ 3 ദിവസം ഒന്നും വിളിക്കില്ല. ഈ മുട്ടിയിട്ട് നടക്കുക, ഈ പ്ലക്ക് ചെയ്ത് നടക്കുക, ഈ ഫേഷ്യൽ ചെയ്യുക, ഇതാണ് സൗന്ദര്യം. സൗന്ദര്യം മുഖമല്ല, ശരീരമാണ്. ശരീരം എത്ര വൃത്തിയായിട്ട്, അതും കേരളത്തിന്റെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ മിതോഷ്ണ മേഖലാ പ്രദേശത്തിൽ എത്ര തണുപ്പുണ്ടെങ്കിലും ഈ രോമകൂപങ്ങളിൽ നിന്ന് ഈ മോളിക്യൂളുകൾ, നമ്മുടെ ഈ വിയർപ്പ് കണങ്ങൾ പുറത്തു വരും. മനുഷ്യ ശരീരം പോലെ വൃത്തികെട്ടൊരു സാധനം ഈ ലോകത്തില്ല. അയ്യോ, ഒരു നേരം കുളിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മളെ ഇഷ്ടമാണോ? അപ്പൊ കൂടെ ഒരാൾ വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്ന ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കും. 2 നേരം കുളിക്കണ്ടേ? നമ്മളെ മക്കളെ കുളിക്കാനൊന്ന് പഠിപ്പിക്കണ്ടേ? പെൺകുഞ്ഞുങ്ങളുടെ വൃത്തിയെ കുറിച്ച് എല്ലാവരും പറയും. ആൺകുഞ്ഞുങ്ങളോ? ഒരു ആൺകുഞ്ഞ് മൂത്രമൊഴിച്ചാൽ ശൗചം ആ ആൺകുഞ്ഞിനെ പഠിപ്പിച്ചോ? അച്ഛൻ എന്താ പണി? കുറെ ഭൗതിക സാഹചര്യം ഒരുക്കി കൊടുക്കലാണ് അച്ഛന്റെ പണി. ഇനി ആരെങ്കിലും മൂത്രം ഒഴിച്ച് ഒന്ന് ശൗചം ചോദിച്ചു, ആ മുസ്ലിമാണോ തോന്നണേ? അതെന്തേ? ഹിന്ദു കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ലേ? അച്ഛനമ്മമാര് പഠിപ്പിക്കണ്ടേ? വൃത്തി എന്നത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുക. 2 നേരം കുഞ്ഞായിരിക്കണ കാലത്ത് ആൺപെൺ വ്യത്യാസമില്ലാതെ മക്കളെ കുളിപ്പിക്കണം. നിഷ്കർഷ വേണം നമുക്ക്. മാത്രമല്ല, നാമം ജപിക്കണം. മനുഷ്യബലത്തെക്കാൾ വലുതാണ് ദേവബലം എന്ന് മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം. മനുഷ്യനൊരു കാര്യം ചെയ്യുന്നതിൽ ലിമിറ്റുണ്ട്. ഭഗവത്ഗീതയിൽ ആനുവൽ എക്സാം ഉണ്ട്. ആ ആനുവൽ എക്സാമിൽ വന്നു നിൽക്കുന്ന അർജുനനോട് കൃഷ്ണൻ പറയുന്നുണ്ട്, അർജുന, നിനക്ക് എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ദൈവബലം നിന്റെ കൂടെ ഇല്ലെങ്കിൽ നീ വിജയിക്കില്ല. അതുകൊണ്ട് അർജുന, അധിഷ്ഠാനം തഥാകർത്ത കരണം ച പൃഥക് വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. ഇതിപ്പോ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു. അധിഷ്ഠാനം തഥാകർത്ത കരണം ച പൃഥക് വിധം. അർജുന, നമുക്കൊരു അധിഷ്ഠാനം ഉണ്ടായിരിക്കും. അധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കുന്ന, ജോലി ചെയ്യുന്ന ഒരു ഓഫീസോ ഒരു മേഖലയോ ഒരു സ്കൂളോ അല്ലെങ്കിൽ ഒരു ഷോപ്പോ എന്തുമാകട്ടെ. അധിഷ്ഠാനം തഥാ കർത്ത, കർത്താവ്, കർമ്മം ചെയ്യുന്നവൻ കർത്താവ്. നമ്മളുണ്ട്, നമുക്കൊരു ഷോപ്പുണ്ട്. കരണം ച പൃഥക് വിധം, വിവിധങ്ങളായ കരണങ്ങൾ നമുക്കുണ്ട്. ഒരു ഷോപ്പിൽ പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് വിചാരിക്കൂ, സ്കൂളിലാണെങ്കിൽ വിദ്യാർത്ഥികൾ ഉണ്ടോ എന്ന് വിചാരിക്കൂ. വിവിധ പലതരത്തിലുള്ള ചേഷ്ടകളുമുണ്ട്. ഒരു ഷോപ്പുണ്ട്, ഞാനുണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്, കസ്റ്റമേഴ്സും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയം കിട്ടണ്ടേ? സമ്പത്ത് കിട്ടണ്ടേ? എന്താ കിട്ടാത്തത്? ചിലർ മാത്രം വ്യാപാരം ചെയ്താൽ അവർ വിജയിക്കുന്നു, ചിലർക്ക് മാത്രം വ്യാപാരം, ബിസിനസ് ഒന്നും പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? കൃഷ്ണൻ പറയുകയാണ്, ദൈവം ശൈവാത്ര പഞ്ചമം, 5ാമത്തെ ഘടകമായ ദൈവബലം കൂടെ ഉണ്ടെങ്കിലേ ജീവിതത്തിൽ എന്തും ആസ്വദിക്കാൻ പറ്റും. എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര സുഖ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇതൊന്ന് ആസ്വദിക്കണ്ടേ? എത്ര സുന്ദരനോ എത്ര സുന്ദരിയോ ഉണ്ടാവട്ടെ, ഇതൊന്ന് ആസ്വദിക്കണ്ടേ? ഒരു ഭക്ഷണം കഴിക്കാൻ ഇത് ആസ്വദിക്കണ്ടേ? ആസ്വദിക്കണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ ദൈവം ചൈവാത്ര പഞ്ചമം. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ, അതിലെ ചോദ്യങ്ങൾ കാണുമ്പോൾ അതിന്റെ ഉത്തരം പഠിച്ചതാണ് മനസ്സിൽ വരണമെങ്കിൽ ദൈവം ചൈവാത്ര പഞ്ചമം. കോടി കോടി സമ്പത്തുണ്ടാക്കിയാലും ഇത് അനുഭവിക്കണമെങ്കിൽ ദൈവം ചൈവാത്ര പഞ്ചമം. 5ാമത്തെ ഘടകമായ ദൈവബലം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ഒന്നും ഈ ലോകത്ത് ആസ്വദിക്കാൻ, അനുഭവിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് അർജുന, ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ നിനക്ക് വിജയിക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യൂ അർജുന. ആ തേർത്തട്ടിൽ നിന്ന് ഇറങ്ങ്. ഭൂമി മാതാവിന്റെ മടിയിൽ നിന്ന് ദുർഗാ ഭഗവതിയെ, സാക്ഷാശക്തി സ്വരൂപിണിയെ, സർവദുർഗമങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ദുർഗാ ഭഗവതിയെ ഉദീരണം ചെയ്യൂ അർജുന. ശ്രീകൃഷ്ണന് പറയായിരുന്നില്ലേ, ഞാൻ ഉണ്ടടാ നിന്റെ കൂടെ, അടിച്ചു വിട്ടോ എന്ന് പറയാമായിരുന്നില്ലേ? കൃഷ്ണൻ പറയുന്നത്, നീ നാമം ജപിച്ചാൽ, നീ ദേവതോപാസന ചെയ്താൽ, നീ അഗ്നിക്രിയ ചെയ്താൽ, നീ ക്ഷേത്ര ദർശനം ചെയ്താൽ, നീ ജപിച്ചാൽ
അത് നിന്റെ വിജയത്തിനാണ് അർജുന. അർജുനൻ തേരിൽ നിന്നിറങ്ങി ഭൂമി മാതാവിന്റെ വെടിത്തട്ടിൽ നിന്ന് ആ മഹാദുർഗയെ, ജഗദംബികയെ പ്രാർത്ഥിക്കുന്നുണ്ട്. 13 ശ്ലോകങ്ങൾ കൊണ്ട് മഹാഭാരതത്തിൽ ഈ ദുർഗാശതി നമുക്ക് വായിക്കാം. കപാലി പിങ്കളെ എന്ന് പറഞ്ഞ് ആ മഹാശക്തി സ്വരൂപിണിയെ, ജഗദംബികയെ പറയുന്നുണ്ട്. എല്ലാം ജപിച്ചു കഴിഞ്ഞപ്പോൾ കൃഷ്ണന്റെ ശിരസിന്റെ മുകളിൽ സർവദുർഗമങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവളാണ് ദുർഗ. ആ ദുർഗ വന്ന് പറയുന്നുണ്ട്, അർജുന നീ വിജയിക്കും, നിന്റെ കൂടെ ദൈവബലമുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദയവ് ചെയ്ത് എല്ലാ ദിവസവും ദേവകാര്യം മുടക്കരുത്. 24 മണിക്കൂറിൽ 24 മിനിറ്റ്, എത്ര പ്രായമാവട്ടെ, നല്ല യൗവനമുണ്ടെങ്കിൽ തീർച്ചയായും 24 മിനിറ്റ് ഒരു സ്ഥലത്തിരുന്ന് ജപിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്തോത്രങ്ങൾ ചൊല്ലും. ഇതൊരു ദേവീക്ഷേത്രമല്ലേ? ലളിതാ സഹസ്രനാമം മുടങ്ങാതെ ചൊല്ലുന്ന സ്വഭാവം നമുക്കുണ്ടോ? ചൊല്ലണ്ടേ? എനിക്ക് അതില്ല ഇതില്ല, ഈ പരാതിയും വിഷമങ്ങളൊക്കെ ഒന്ന് മാറാൻ ദേവി ഓരോ മന്വന്തരം കഴിയുമ്പോഴും ഒരു 3 മിനിറ്റ് കേട്ടോ, 8:30 മണിക്ക് അവസാനിക്കും. ഓരോ മന്വന്തരം കഴിയുമ്പോഴും സാക്ഷാൽ ത്രിപുര സുന്ദരി ദേവസദസ്സ് വിളിച്ചുകൂട്ടും. ആ ദേവസദസ്സിൽ ബ്രഹ്മാവും വിഷ്ണുവും പരമശിവനും ഇന്ദ്രനും ചന്ദ്രനും സൂര്യനും തുടങ്ങി സർവ്വദേവഗണങ്ങളും വന്നിരിക്കും. എല്ലാവരും ഇരുന്നു കഴിഞ്ഞാൽ ആ ത്രിപുര സുന്ദരി സർവരുടെയും മുന്നിലേക്ക് കയറി വരുന്ന ഒരു രംഗമുണ്ട്. ദേവിയെ പുരസ്കൃത്യ, ദേവിയെ 2 വശത്തും നിന്ന് ഈ ദേവിയെ സ്വീകരിച്ചുകൊണ്ട് വരുന്ന ദേവിയുടെ പടയാളികളായിട്ടുള്ള സ്ത്രീരത്നങ്ങളുണ്ട്, ഉഗ്രരൂപിണികൾ. തൃശൂലം കയ്യിലേന്തി സോഫിയ ഖുറേഷിയെ പോലെ പെൺപടയുടെ കരുത്തോടു കൂടി ആ ദേവി അങ്ങ് വരികയാണ്. സോഫിയ ഖുറേഷിയെ മറക്കരുത്, ആ ഫോട്ടോക്കെ എടുത്തൊന്ന് മുറിയിലൊക്കെ വെക്കൂ. ദുർബലയാണെന്ന് പറയുന്നവരോട് പറയണം, എന്റെ നാട്ടിലും ശത്രു സൈന്യത്തിന്റെ നെഞ്ചകം തകർക്കാൻ പറ്റിയ പെൺപോരാളികളുള്ള നാടാ എന്റെ ഭാരതം എന്ന് പറയണം നമുക്ക്. അത്രയും കരുത്തുള്ള ഈ ദേവിയുടെ സൈനിക നിരയിൽ ഒരു വലിയ സൈനിക നേതാക്കന്മാരുണ്ട്. അതാ നമ്മൾ ലളിതാ സഹസ്രനാമം വായിക്കുമ്പോ മന്ത്രിണി പരിസേവിക, മന്ത്രിണി ജ്വാലാമാലിനി കാക്ഷിത, ജ്വാലാമാലിനി ദണ്ഡാനാഥ, ഇതൊക്കെ ദേവിയുടെ ഉഗ്രഭാവമുള്ള സൈനിക നിരയിലെ പോരാട്ടത്തിന്റെ വീര്യമുള്ള പെൺകരുത്തുകളാണ്. ഇതൊക്കെ ഓരോ വ്യക്തികളാണ്. ഇവരാണ് ദേവിയെ സംരക്ഷിക്കുന്നത്. ആ സംരക്ഷിക്കുന്നവരോട് കൂടി ആ ത്രിപുര സുന്ദരി സിംഹാസനത്തിൽ വന്നിരിക്കും. സിംഹാസനത്തിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ദേവിയുടെ വലതുഭാഗത്ത് 8 ദേവതകളുണ്ട്, വശിന്യാദി വാഗ്ദേവതകൾ. ലളിതാ സഹസ്രനാമം വായിച്ചാൽ ആ മന്ത്രത്തിന്റെ ദൃഷ്ടാക്കളായിട്ടുള്ള വശിന്യാദി വാഗ്ദേവതകളെ നമ്മൾ നമ്മുടെ സഹസ്രാരത്തിൽ തൊട്ട് പറയാറുണ്ട്. വശിന്യാദി വാഗ്ദേവതാ ഋഷയ, വാഗ്ദേവതമാരായ ആ വശിന്യാദി വാഗ്ദേവതകളാണ് ഈ മന്ത്രത്തിന്റെ ദൃഷ്ടാക്കൾ. ആ വശിന്യാദി വാഗ്ദേവതകളെ ദേവി കടക്കണ്ണെറിഞ്ഞ് തൃക്കൺ പാർക്കും. അത് കാണുമ്പോ ദേവി അവരോട് ആംഗ്യരൂപത്തിൽ ആരംഭിക്കൂ എന്ന് പറയും. ഇത് ആരംഭിക്കൂ എന്ന് പറയുന്ന സമയത്ത് ഈ വശിന്യാദി വാഗ്ദേവതകൾ ഇരുന്ന് സർവദേവഗണങ്ങളും കേൾക്കെ ഉച്ചത്തിൽ ചൊല്ലും, ശ്രീമാതാ, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി, ചിദഗ്നികുണ്ഡ സംഭൂത, ദേവകാര്യ സമുദ്യത. ഇവിടെ എന്തിനാ ഉണ്ടായത്? ദേവകാര്യ സമുദ്യത. ഉദ്യുദ്ഭാനു സഹസ്രാഭ, ചതുർബാഹു സമന്വിത, രാഗസ്വരൂപപാശാഢ്യ, ക്രോധാകാര അങ്കുശോജ്വല, മനോരൂപേഷു കോതണ്ഡ, പഞ്ചതന്മാത്ര സായക, നിചാരുണ പ്രഭാപൂരമധ്യ ബ്രഹ്മാണ്ഡ മണ്ഡല, ചെമ്പകാശോകം, ചെമ്പകം, അശോകം, പുന്നർ, ഇതെല്ലാം അങ്ങനെ തന്റെ തിരുവാർമുടിയിലെല്ലാം അണിഞ്ഞൊരുങ്ങിയ ത്രിപുര സുന്ദരി ചെമ്പകാശോക പുന്നാക സൗഗന്ധികല സത്കജ, അതിന്റെ സുഗന്ധത്തോടു കൂടി വരുന്ന മന്ദമാരുതൻ വരുമ്പോൾ അതിന്റെ സുഗന്ധം നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും സുന്ദര കുളിർമയോടുകൂടി മാറ്റുന്ന ആ പുന്നാകവും ആ സുഗന്ധ പൂരിതമായ പൂക്കൾ ധരിച്ച മഹാദേവി ദേവി അങ്ങനെ പ്രകീർത്തിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് ആ ജഗദംബികയെ പ്രകീർത്തിക്കും.
ജഗദംബിക ഭണ്ഡാസുരനെ വധിക്കാൻ വേണ്ടി ചെല്ലുന്ന രംഗം പ്രകീർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ലളിതാ സഹസ്രനാമം വായിക്കുമ്പോൾ അത്യാവശ്യം അതിന്റെ ഒരു കഥ കൂടി അറിഞ്ഞാൽ, ഈ ജഗദംബികയ്ക്ക് 9 വയസ്സുള്ള ഒരു മകളുണ്ട്, ബാലാ ത്രിപുര സുന്ദരി, ബാലാപരമേശ്വരിയാണ്. നിങ്ങൾ ഗൂഗിളിൽ ആ ചിത്രം ഒന്ന് കാണണം. 4 കൈകളുള്ള നല്ല ചുവന്ന പട്ടുപാവാടയും നല്ല ബ്ലൗസൊക്കെ ധരിച്ച് ആ സുന്ദരിയായ ബാലാപരമേശ്വരിയെ നിങ്ങൾക്ക് കാണാം. ആ ബാല തന്റെ അമ്മ യുദ്ധത്തിന് ഭണ്ഡാസുരനെ വധിക്കുന്നത് കണ്ടു നിന്ന ആ ബാല പറയാണ്, ഒരു പെൺകുട്ടി 9 വയസ്സുകാരി അമ്മയോട് പറയാ, അമ്മ ഇനി ഞാൻ യുദ്ധം ചെയ്യാം. അപ്പൊ അമ്മ പറയും, ഈ കുഞ്ഞ നിനക്ക് യുദ്ധമൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കുഞ്ഞു പറയും, അമ്മ എന്നെ പഠിപ്പിച്ചു തന്നതല്ലേ ഇതല്ല. ആയോധന പടുവാണ് 9 വയസ്സുകാരിയായ ബാലാപരമേശ്വരി. നമ്മുടെ 9 വയസ്സുകാരിയായ പെൺകുട്ടിക്ക് എന്തറിയാം? അവർക്ക് ആകെ അറിയാം ഫ്ലിപ്കാർട്ട്, ആമസോൺ, പിന്നെ സൊമാറ്റോ, സ്വിഗ്ഗി, സുഡിയോ, അതൊക്കെ അറിയാം. ഒരു നാമവും പഠിപ്പിക്കാത്ത അമ്മമാരെ കണ്ടുപഠിക്കണം. നല്ല കരുത്തുള്ള ബാലാപരമേശ്വരി എന്ന 9 വയസ്സുകാരി അമ്മയോട് പറയും, ഭണ്ഡാസുര പുത്രന്മാരെ ഞാൻ വധിക്കാം അമ്മ. അങ്ങനെ സംഹാരരൂപിണിയായ ആ കുഞ്ഞ് ഭണ്ഡാസുരന്റെ പുത്രന്മാരെ വധിക്കാൻ പോകുന്ന ആ രംഗമാണ് നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡപുത്രവധോദിപ്ത ബാലാ വിക്രമനന്ദിത. ആ വിക്രമനന്ദിതയായ ബാല മന്ത്രിണി പരിസേവിത, മന്ത്രിണി വശത്തുകൂടെ ഈ കുഞ്ഞിന്റെ സംരക്ഷണാർത്ഥം ചെന്ന് ഭണ്ഡാസുരന്റെ 28 കരുത്തന്മാരായ മക്കളെ വധിച്ചു കളഞ്ഞത് 9 വയസ്സുകാരിയായ ബാലാപരമേശ്വരിയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ ദേവിയുടെ ശക്തി. ആ ദേവിയെ എല്ലാ ദിവസവും ആൺപെൺ വ്യത്യാസമില്ലാതെ ഭജിക്കണം. ഇത്രയും കരുത്ത ദേവബലം നമ്മളിൽ എന്നും നിലനിൽക്കണമെങ്കിൽ മനുഷ്യബലത്തെക്കാൾ വലുതാണ് ദേവബലം. ആ ദേവബലം ഉപാസിക്കണേ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുവെങ്കിൽ ദേവകാര്യം മുടക്കരുത്. രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, ഒരു സ്ഥലത്ത് സ്വസ്ഥമായി ഇരിക്കുക. അത്യാവശ്യം പ്രാണായാമമൊക്കെ അറിയുന്നവരാണെങ്കിൽ 1-2 മിനിറ്റ് പ്രാണായാമം ചെയ്യുക. ആ ശക്തി സ്വരൂപിണിയെ ഒന്ന് ഉള്ളിൽ കാണുക. ലളിതാംബിക ഭഗവതിയെ നല്ല പോലെ ഭജിക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഏത് ആഗ്രഹവും നടക്കുന്ന 41 ദിവസം മുടങ്ങാതെ ഈ കർത്തവ്യം ചെയ്തിട്ട് നടന്നില്ലെങ്കിലും പറ. അത്രയും ക്ഷിപ്രപ്രസാദിനിയാണ് ഭഗവതി ദേവി. ലളിതാ സഹസ്രനാമം അതിശക്തമായ ഒരു തരംഗമാണ്. ആ തരംഗം മന്ത്രം നമ്മളിൽ ഏറ്റവും കൂടുതൽ ഉയർച്ചയും വികാസവും ഒക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ദേവബലം മനുഷ്യബലത്തെക്കാൾ വലുതാണെന്നും ദേവകാര്യം മുടക്കരുതെന്നും എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് വിളക്ക് വെച്ച് 2 സന്ധ്യകളിലും ചെയ്യണം. രാവിലത്തെ പ്രാതസന്ധ്യ മക്കളെ കൊണ്ട് ചെയ്യിക്കണം. കാരണം കുഞ്ഞുങ്ങൾ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് നല്ല സങ്കല്പത്തോടു കൂടി ആ വിളക്ക് മനുഷ്യന്റെ നട്ടലിന്റെ സങ്കല്പത്തിലാണ് നിലവിളക്ക്. ഈ അലങ്കാര വിളക്കല്ല, നല്ല കൂർത്ത് നിൽക്കുന്നത് നമ്മുടെ ഈ സുഷുപ്നാ നാഡി. അതിൽ അറിവാകുന്ന എണ്ണയൊഴിച്ച് ആ എണ്ണയെ ജ്വലിപ്പിച്ച് അതിൻ്റെ അടുത്തിരുന്ന് ആ ത്രിപുര സുന്ദരി ആ വിളക്കിൽ കണ്ട് ആ ജഗദംബികയെ ശ്രദ്ധയോടുകൂടി ലളിതാംബികയെ ഭജിക്കൂ. നീ രാവിലെ സമയം നീ വിളക്ക് കൊളുത്തതിൻ്റെ അടുത്തിരുന്ന് ദേവി മഹാത്മ്യത്തിൽ 11-ാം അധ്യായം നാരായണി സ്തുതിയാണ്. ദേവ്യാഹതേ തത്ര മഹാസുരേന്ദ്രേ എന്ന് തുടങ്ങി 54 ശ്ലോകമുള്ളൂ. 9 മിനിറ്റ് അധികം വേണ്ട. ലളിതാംബികയെ ചൊല്ലാൻ 24 മിനിറ്റ് ചിലപ്പോൾ എടുക്കുമായിരിക്കാം. ഇത് അത്രയുമില്ല. അതിശക്തമായ ഒരു കവചമാണ് 11-ാം അധ്യായം. ഒന്നും സംഭവിക്കില്ല. അതിശക്തമായ ഒരു കവചം നമുക്കുണ്ടാകും. എന്തെങ്കിലും ഒന്ന് ദയവ് ചെയ്ത് ചെയ്യണേ. മനുഷ്യബലത്തെക്കാൾ വലുതാണ് ദേവബലം. കേട്ടിരുന്ന നല്ലവരായ എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ. ആരോഗ്യം സംരക്ഷിക്കണേ. വ്യായാമം ചെയ്യണേ. എന്ത് ചെയ്യണം? വ്യായാമം. ശരീരത്തിന്റെ സൗന്ദര്യം കഴുത്തിന് മുകളിലേക്കല്ല, കഴുത്തിന് താഴേക്കപ്പ. വ്യായാമം ചെയ്യണേ. ഒരു 10, അതും ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ ചെയ്യും. വ്യായാമം ചെയ്യും നല്ല പോലെ. ശരീരം ആരോഗ്യത്തോടുകൂടി നിലനിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
വ്യായാമം ചെയ്യണം. നല്ല കരുത്തുള്ള ശരീരം വേണം. നല്ല കരുത്തോടുകൂടി ശരീരത്തെ സംരക്ഷിക്കണം. നമ്മുടെ രഥമാണ്, വാഹനമാണ് ശരീരം. എനിക്ക് എൻ്റെ ജീവിത ലക്ഷ്യം നേടാൻ ഈ വാഹനം വേണം. ഈ വാഹനത്തിലാണ് ഞാൻ പോകുന്നത്. ആ വാഹനം ദൃഢമായിരിക്കണം. ആ ദൃഢമായ ആരോഗ്യത്തെ സംരക്ഷിക്കണം. നാമം ജപിക്കണം, വ്യായാമം ചെയ്യണം, നാമം ജപിക്കണം, കുളിക്കണം. ഇതൊക്കെ ചെയ്താൽ ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടാവും. അതാണ് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. പറഞ്ഞത് ഒരു 30 സെക്കൻഡ് കൊണ്ട് പറയട്ടെ. 4 കർമ്മങ്ങൾ ചെയ്യണം: നിത്യം, നൈമിത്തികം, കാമ്യം, പ്രായശ്ചിത്തം. പ്രായശ്ചിത്തത്തിൽ ചെയ്യേണ്ടി വരുന്നത് 2 കാര്യങ്ങളിലാണ്. ചെയ്യരുതാത്തത് ചെയ്താൽ പ്രായശ്ചിത്തമുണ്ട്. അല്ല, ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിലും പ്രായശ്ചിത്തം ചെയ്യണം. അപ്പോഴാ ചോദ്യം, ഏതാ ചെയ്യേണ്ടത്? അതാണ് ഒന്നാമത്തെ നിത്യകർമ്മം. നിത്യകർമ്മം അനുഷ്ഠിക്കാനാണ് വിവാഹം. വിവാഹത്തിന്റെ ഉദ്ദേശം നമ്മൾ ദീർഘമായി പറഞ്ഞു. അത് 5 മഹായജ്ഞം ചെയ്യാനാണ്. അതിലൊന്നാണ് ദേവയജ്ഞം. ആ ദേവയജ്ഞമാണ് 2 സന്ധ്യകളിലും നാമം ജപിച്ച് വിളക്ക് കൊളുത്തി നാമം ജപിക്കണം. മനുഷ്യബലത്തെക്കാൾ വലുതാണ് ദേവബലം. അത് സമർത്ഥിക്കാൻ 6 ഉദാഹരണങ്ങൾ പറഞ്ഞു. അവസാനം ലളിതാംബിക ഭഗവതിയെ ഭജിക്കണമെന്ന് പറഞ്ഞു. വ്യായാമം ചെയ്യണം, ആരോഗ്യം നിലനിർത്തണമെന്നും പറഞ്ഞു. ഇതാണ് ഇന്ന് ആകെ കൂടിയൊരു പ്രഭാഷണത്തിൽ പറയാൻ എൻ്റെ മനസ്സിൽ വന്നത്. കേട്ടിരുന്നതിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണം. അത് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. നമസ്കാരം.